ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് 2025 ജൂലൈ മാസം 31 നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ബന്ധത്തിൽ കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിച്ചതിനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി പ്രാർത്ഥന നമ്മൾ ചിന്തിച്ച 118 സങ്കീർത്തനം അതിൻ്റെ 13 വാക്യമായിരുന്നു. ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളിയെങ്കിലും യഹോവ എന്നെ സഹായിച്ചു. അതേ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വാക്യം ഇന്നെടുത്ത് ഇന്നത്തെ ഈ ഉപവാസ പ്രാർത്ഥനയിൽ അതിൽ നിന്ന് ചില ചിന്തകളെ പങ്കുവയ്ക്കുവാനാണ് കർത്താവിൽ താല്പര്യം. അപ്പോൾ 118 സങ്കീർത്തനം ഈ മാസം തന്നെ ദൈവാത്മാവോട് സംസാരിക്കണം. അതിൽ ഞാൻ 118 സങ്കീർത്തനത്തിൽ നിരവധി വാക്യങ്ങൾ നമ്മൾ കാണാതെ പറയുന്ന വാക്യങ്ങളാണ്. ഞാൻ പ്രത്യേകമായി പറഞ്ഞിരുന്നു. അതിൻ്റെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 16 വാക്യമാണ്. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ഈ വിഷയത്തെ ആസ്പദമാക്കി ആണ് നാം ചിന്തിക്കുന്നത്. എന്താണ് ദൈവത്തിൻ്റെ വലങ്കൈ ഉയർന്നിരിക്കുന്നതിൻ്റെ അർത്ഥം? എന്താണ് ദൈവത്തിൻ്റെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നത്? അപ്പോൾ ദൈവത്തിൻ്റെ കരം ഉയർന്നിരിക്കുന്നത് ഏത് സന്ദർഭത്തിലാണ്? ദൈവത്തിൻ്റെ വലങ്കൈ നീട്ടി അവൻ വീര്യം പ്രവർത്തിക്കുന്നത് ഏത് സന്ദർഭത്തിലാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നാം ഈ ഉപവാസ പ്രാർത്ഥന ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ വലങ്കൈ ഉയർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് ദൈവത്തിൻ്റെ കൈ ഉയർന്നിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് കഴിഞ്ഞിട്ടാണ് പറയുന്നത് യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ വലങ്കരം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൈ ഉയർന്നിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം ദൈവം സത്യം ചെയ്യാൻ വേണ്ടി ആണ്, അല്ലെങ്കിൽ പ്രോമിസ് ചെയ്യാൻ വേണ്ടി, വാഗ്ദത്തം ചെയ്യാൻ വേണ്ടി, നമുക്ക് അനുകൂലമായിട്ടുള്ള അതിനും അതുപോലെ പ്രതികൂലമായിട്ടുള്ള രീതിയിലും ദൈവം കരം ഉയർത്തി സത്യം ചെയ്യാറുണ്ട്. രണ്ട് രീതിയിൽ ചിന്തിക്കണം. ദൈവത്തിൻ്റെ കരം ഉയർന്നിരിക്കുന്നത് പറയുമ്പോൾ രണ്ട് രീതിയിൽ അതിനെ കരം ഉയർത്തുന്നത്, ദൈവം ഉയർത്തുന്നത് രണ്ട് കാര്യത്തിന് വേണ്ടി. അത് നമുക്ക് പഴയ നിയമത്തിൻ്റെ ചിന്തയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യത്തിന് വേണ്ടിയാണ്. ഒന്നെങ്കിൽ അനുകൂലമായി തീരുവാൻ വേണ്ടി ദൈവം കരം ഉയർത്തി സത്യം ചെയ്യും. രണ്ട്, ദൈവത്തിന് വിഷമവും തോന്നിയ അവൻ മനസ്സ് വിഷമിച്ചു കഴിയുമ്പോൾ അവന് ബാധയായി തീരുവാൻ, പ്രതികൂലമായി തീരുവാൻ ദൈവം കരമുയർത്തിയും സത്യം ചെയ്യും. ഈ രണ്ട് വിധത്തിൽ ദൈവം സത്യം ചെയ്യാറുണ്ട്. ഇസ്രായേലിന്റെ ചരിത്രം നാം പഠിക്കുമ്പോൾ ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ദൈവം കരം ഉയർത്തി ദൈവം സത്യം ചെയ്യുന്നത് അത് അവരെ വിടിവിക്കാൻ വേണ്ടി, വാഗ്ദത്തം നൽകാൻ വേണ്ടി ദൈവം കരമുയർത്താറുണ്ട്. എന്നാൽ അതിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ അത് ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിൽ എത്തുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ദൈവം കൈയുയർത്തി ദൈവം എന്ത് ചെയ്യും? ദൈവം അതിനെ പ്രതികൂലമായിട്ടും ദൈവം സത്യം ചെയ്യാൻ കഴിയാത്ത. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൈ ഉയർന്നിരിക്കുന്നു, വലങ്കൈ ഉയർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ പകൽ സമയം നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൈ നമുക്ക് വേണ്ടി ഉയർന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് നാം ചിന്തിക്കുന്നത് നന്നായിരിക്കും. ഞാനതിൻ്റെ പശ്ചാത്തലം വേഗത്തിൽ പറഞ്ഞ് ദൈവത്തിൻ്റെ കൈ ഉയർന്നിരിക്കുന്നതിനുള്ള ബന്ധത്തിൽ അത് ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞതിൻ്റെ വചന തെളിവും, അതുപോലെ തന്നെ ദൈവത്തോട് നാം മത്സരിച്ചാൽ, എതിർത്താൽ അതേ കരം ഉയർത്തി ദൈവം എന്ത് ചെയ്യും? അത് നമുക്ക് പ്രതികൂലമായിട്ടും ദൈവം സത്യം ചെയ്യുവാനിടയായി തരും. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. യഹെസ്കേൽ 20 അധ്യായത്തിൽ 3 വാക്യത്തിലാണ്. അതിൻ്റെ എക്സോഡ് 20 അധ്യായം 5 വാക്യത്തിൽ പറയുന്നു, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു, യാക്കോബ് ഗൃഹത്തിന്റെ സന്തതിയോട് കൈ ഉയർത്തി സത്യം ചെയ്തു, മിസ്രയീം ദേശത്ത് വെച്ച് എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തിയ നാളിൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് കൈ ഉയർത്തിയും കൊണ്ട് അവരോട് അരുളി ചെയ്തു. ഞാൻ അവരെ മിസ്രയീം ദേശത്തുനിന്ന് പുറപ്പെടുവിക്കുമെന്നും ഞാൻ അവർക്ക് വേണ്ടി നോക്കി വെച്ചിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതുമായ ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരുമെന്നും ആ നാളിൽ കൈ ഉയർത്തി സത്യം ചെയ്തു. അപ്പോൾ 118 സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ കൈ ഉയർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അനുഗ്രഹത്തിന് വേണ്ടി ദൈവം കൈ ഉയർത്തി ദൈവം ആദ്യം അരുളി ചെയ്തത്, സത്യം ചെയ്തത് ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ വിശ്വാസ പിതാവായിരിക്കുന്ന അബ്രഹാമിനോടാണ് എന്നുള്ളതിൻ്റെ തെളിവിന്. കാരണം അബ്രഹാം എന്തെങ്കിലും ദൈവത്തിന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് അവൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നവനായിരുന്നു. അപ്പോൾ പിതാക്കന്മാരോട് കൈ ഉയർത്തി ദൈവം സത്യം ചെയ്തിരുന്നു. നമുക്ക് ഈ വചനം വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ദൈവം കൈ ഉയർത്തി അബ്രഹാമോട് സത്യം ചെയ്തിരുന്നു. അവിടെ എങ്ങനെ വചനപരമായിട്ട് പ്രത്യേകം എഴുതിയിട്ടില്ല.
എന്നാൽ പിതാക്കന്മാരുടെ കൈകൾ സത്യം ചെയ്തിരുന്നു, അബ്രഹാമിനാണല്ലോ സത്യം ചെയ്തത്. അപ്പം അതിന് തെളിവായി അവൻ്റെ ജീവിതത്തിൽ അത് കണ്ടു പഠിച്ചിരുന്നു എന്നുള്ളതിന് തെളിവായിട്ട് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം വായിക്കാൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നത ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യും. അപ്പോൾ ദൈവം അവൻ എങ്ങനെ കാണിച്ചു കൊടുത്തോ സത്യം ചെയ്യുന്നത്, അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. എന്തുകൊണ്ടാണ് അബ്രഹാം ദൈവത്തിന് പ്രിയനായി തീർന്നത്? അവൻ വിശ്വാസിയുടെ പിതാവായി തീരുവാൻ കാരണമായി തീർന്നതാണ്. എങ്ങനെ ഏത് വിധത്തിലാണെന്ന് ദൈവം അവരോട് വെളിപ്പെടുത്തി കൊടുക്കുമ്പോൾ തന്നെ താമസം വിന അത് അവൻ്റെ ജീവിതത്തെ അവൻ പ്രാവർത്തികമാക്കുമായിരുന്നു. അതവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുമായിരുന്നു. അതാണ് അബ്രഹാമിനെ മറ്റുള്ളത് വ്യത്യസ്തമാക്കുന്നത്. പിതാക്കന്മാരെ, ദൈവഭക്തന്മാരെ വ്യത്യസ്തമാക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നാം വചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അത് കേട്ട് കളയുന്നവരായിട്ടല്ല. അബ്രഹാം എന്ത് ചെയ്തു? ദൈവം അവനെ കൈ ഉയർത്തി സത്യം ചെയ്തവനെ അവനോട് സത്യം ചെയ്തത് അവൻ കണ്ടു കഴിഞ്ഞപ്പോൾ അവനും അതുപോലെ തന്നെ മറ്റുള്ള സത്യം ചെയ്യാൻ തുടങ്ങി. അവനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായിരിക്കുന്ന യഹോവ എന്ന ദൈവം അവനെ വെളിപ്പെടുത്തി കൊടുത്തു. അവൻ അതേ വാക്യം പറയുന്നത് അത് കാണിക്കുന്നത് ഈ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടുകളെ, ദൈവം പറയുന്ന വാക്കുകളെ അതുപോലെ തന്നെ ജീവിതത്തിൽ ഉൾക്കൊണ്ട വ്യക്തിയായിരുന്നു അബ്രഹാം. വെറുതെ ദൈവം തനിക്ക് പ്രിയനായി തിരഞ്ഞെടുക്കത്തില്ല. ഈ ദിവസങ്ങളിൽ നമ്മളും ദൈവം കാണിച്ചു തരുന്ന, ദൈവം പറയുന്ന കാര്യങ്ങളെ അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൽ ആവഹിച്ചെങ്കിൽ മാത്രമേ, അതിനെ വഹിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് പ്രിയനായി തീരുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അബ്രഹാം കൈ ഉയർത്തി സത്യം ചെയ്യാൻ കാരണം ദൈവനെ കാണിച്ചു കൊടുത്തു എന്താണെന്നുള്ളത്. എന്താണ് നമ്മൾ മനസ്സിലാക്കി? എന്താണ് ഇവിടെ എഗസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് കാണാൻ സാധിക്കുന്നത്, പിതാക്കന്മാരോട് സത്യം ചെയ്ത വചനം നിവൃത്തീകരിക്കപ്പെടുവാൻ വേണ്ടി സമയമായപ്പോൾ അവര് ആയിരുന്ന ആ പ്രവാസദേശത്ത് അവരെ വിടുവിക്കാൻ വേണ്ടി ദൈവം ഒരുങ്ങും. പ്രിയപ്പെട്ടവരെ, തലമുറകൾ മറന്നുപോകും, ദൈവപ്രവൃത്തികളെ നാം മറന്നുപോകും, വാഗ്ദത്തം ചെയ്തവർ മറന്നുപോകുമായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വാക്കുകൾ മാറിപ്പോകാത്തതാ. അവൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ നിവർത്തിക്കും. 430 ആണ്ട് കഴിഞ്ഞ് അന്ന് ആ ദിവസം അവരെ വിടുവിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? പ്ലാൻ ചെയ്തു. 4 തലമുറകൾ മാറിപ്പോയി. ഒരുപക്ഷെ അവർക്കത് മനസ്സിലായി കാണത്തില്ല. എന്നാൽ ദൈവം പറയുന്ന കാര്യങ്ങൾ, അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾക്ക് മാറ്റമില്ലാത്തതാ. ഇന്ന് പകൽ സമയം പറഞ്ഞ ദൈവം എന്നോട് അരുളി ചെയ്തിരിക്കുന്ന വാക്കുകൾക്ക്, അവൻ എന്നോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് മാറ്റമില്ല. അതിനൊരു സമയമുണ്ട്. ആ സമയത്തത് പ്രാവർത്തികമാകുമെന്ന് വിശ്വാസമുള്ളവർ അവിടെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കർത്താവേ, നീ എന്നോട് കരമുയർത്തി, നീ എന്നോട് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ നിന്റെ കരമുയർന്നിരിക്കുന്നു. അതെ, അത് നിന്റെ പ്രവൃത്തി നിവർത്തിയിരിക്കാൻ വേണ്ടി ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം അത് നിറവേറപ്പെടാൻ വേണ്ടി ദൈവത്തിന്റെ കരം ഉയർന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിന്റെ വലം കൈ ഉയർന്നിരിക്കുന്നു. ദൈവം വലം കരം ഉയർത്തി ദൈവം വാഗ്ദത്തം ചെയ്താൽ, അത് അരുളി ചെയ്ത് കഴിഞ്ഞാൽ, ഏത് തടസ്സം വന്നാലും എത്ര പ്രതിസന്ധി വന്നാലും അതിനെ മാറ്റി അതിൻ്റെ പ്രാവർത്തികമാക്കി എടുക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നതിനെയാണ് അവൻ്റെ കരം വീര്യം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്യുന്നതിനെയാണ്, സത്യം ചെയ്യുന്നതിനെയാണ്, ദൈവത്തിൻ്റെ നാമത്തെ വെളിപ്പെടുത്തുന്നതിനെയാണ്, വാഗ്ദത്തം നൽകുന്നതിനെയാണ് ദൈവത്തിൻ്റെ കരം ഉയർന്നിരിക്കുന്നതെന്ന് കാണിക്കുമ്പോൾ, ദൈവം പറയുന്ന കാര്യങ്ങൾ അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും, അഥവാ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ദൈവം കരമുയർത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവൃത്തിയാകും. അതങ്ങനെ തന്നെ സംഭവിക്കും. ഇന്ന് നമുക്ക് പറയാം, കർത്താവേ, ഈ പുതിയ നിയമസഭയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും ഇപ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത്. എന്നാൽ ഇവിടെ പഴയ നിയമത്തിലുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുന്ന വിഷയത്തിൽ ദൈവത്തിൻ്റെ കരമുയർത്തി സത്യം ചെയ്തതിനുള്ള ബന്ധത്തിൽ നാം വായിച്ചത്, യാക്കോബ് ഗൃഹത്തോട് സന്തതിയോട് ദൈവം കൈ ഉയർത്തി അവരോട് സത്യം ചെയ്ത് മിസ്രയീം ദേശത്ത് വെച്ച് നമ്മൾ വായിക്കുന്ന എഗസ്കേൽ 20-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യമാണ്. ഞാൻ ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു, യാക്കോബ് ഗൃഹത്തിന് സന്തതിയോട് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു, മിസ്രയീം ദേശത്ത് വെച്ച് എന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തിയ നാളിൽ ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്ന് കൈ ഉയർത്തി ഇങ്ങോട്ട് അവരോട് അരുളിച്ചു. ദൈവം കൈ ഉയർത്തി അരുളി ചെയ്താൽ അത് നിവൃത്തിയാകും. ഈ 2025 ഈ അവസാന ദിവസവും കൈ ഉയർത്തിയ ദൈവം നമുക്ക് വേണ്ടി അത് പ്രവർത്തികമാക്കുവാൻ ദൈവം വിശ്വസ്തന.
ഇന്ന് ഈ ദിവസം മാറിപ്പോയാലും ദൈവത്തിനൊരു സമയമുണ്ട്. അത് നിവൃത്തിയാകേണ്ട സമയങ്ങളിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ടത് കാണുവാൻ ഇടയാത്തരും. ചില താമസങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം. മരുഭൂമിയിൽ ദൈവം അവരെ വിളിച്ചിറക്കിക്കൊണ്ടുവന്നപ്പോൾ പ്രതികൂലമായിരിക്കുന്ന അനുഭവത്തിലൂടെ അവർ കടന്നുപോയി. അവർ ദൈവത്തോട് മത്സരിച്ചതുകൊണ്ട് ചില നാളുകൾ നീണ്ടുപോയി. എങ്കിലും കൈ ഉയർത്തിയ ദൈവം അത് കൈ വലിച്ചില്ല. അത് അവരെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം കൈ ഉയർത്തിയതുപോലെ ദിവസങ്ങളിൽ ചില താമസങ്ങൾ ഉണ്ടെങ്കിലും ഉയർത്തി ദൈവം കരുളി ചെയ്ത വചനം അത് നിവൃത്തിപഥത്തിലേക്ക് വരുമെന്ന് ഇന്ന് ആത്മാവിൽ ഞാൻ ദൂതറിയിക്കുകയാണ്. യഹോവ കൈ ഉയർത്തിയും കൊണ്ട് അവരോട് അരുളിച്ചത്, ഞാൻ അവരെ മിസ്രയീം ദേശത്ത് പുറപ്പെടുവിക്കുമെന്നും. ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളെ പുറപ്പെടുവിക്കും. ഫറവോൻ എത്ര ബലിശമുള്ള, അവൻ എത്ര കരമുള്ളവനാണെങ്കിൽ, എത്ര അവൻ്റെ ഹൃദയം കഠിനമാണെങ്കിലും ഞാൻ നിങ്ങളെ വിടിവിക്കും. ദൈവം കൈയോർത്തി സത്യം ചെയ്താൽ ഫറവോന്റെ കരത്തിന് പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല. ദൈവം വാഗ്ദത്തം ചെയ്ത ദൈവിക നന്മകൾ നമ്മുടെ അവകാശമാണ്. ഉയർത്തിയിരിക്കുന്ന കരം, അത് നമ്മളോട് വാക്ക് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം ദൈവം നമ്മളോട് അരുളി ചെയ്തത് നാം പ്രാപിക്കും. അതിനുവേണ്ടി ദൈവം നമ്മോട് വാക്ക് പറഞ്ഞിരിക്കുന്ന കരം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. എന്നാൽ അത് നൽകിയില്ല, എന്നെ വിടുവിക്കയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മിസ്രയീമായിരിക്കുന്ന ഫറവോന്റെ കരം അവരെ പിടിച്ചു വെക്കുവാൻ നോക്കുവാനിടയേറ്റുന്നു. അവന്റെ രഥങ്ങളും അവന്റെ സൈന്യവും അവിടുത്തെ പട്ടാളക്കാരും എല്ലാവരും അവരെ അടിച്ചൊതുക്കുവാൻ വേണ്ടി നോക്കി, അവരെ ഇല്ലാതാക്കാൻ വേണ്ടി നോക്കി. എന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവർ അടിക്കപ്പെടും തോറും പണിയപ്പെടുവാനിടയാറ്റുന്നു. ഇന്ന് പകൽ സമയം ദൈവമക്കൾ ഏൽക്കുന്ന ഓരോ പ്രയാസങ്ങളും ഞെരുക്കങ്ങളും പ്രതിസന്ധികളും അവൻ്റെ തകർച്ചകളും അവരെ ഇല്ലാതാക്കുകയല്ല, അത് അവരെ പണിതെടുക്കുകയാണ് ചെയ്യുന്നത്. ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ജനത്തെ ദൈവം കഷ്ടതയിലൂടെ കടത്തിവിടുന്നത് അവരുടെ കണ്ണുനീർ ധാരധാരിയായി ഒഴുകുന്നതിൻ്റെ പിമ്പിൽ ദൈവത്തിൻ്റെ ഉദ്ദേശമുണ്ട്. ശത്രു നിന്നെ പിടിച്ചു വെക്കുമ്പോൾ നന്മ തരികയില്ലെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് ഞാൻ പറയുക, ശത്രു നീ എത്ര ബലമുള്ളവരാണെങ്കിലും ഞങ്ങളുടെ ദൈവം ഞങ്ങളോട് വാക്ക് പറഞ്ഞ് നിവർത്തിക്കും. അവൻ യിസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ പുറപ്പെടുവിക്കും. നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരെ പുറപ്പെടുവിച്ചു എന്നുള്ളതിൻ്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്തു. ആദ്യം ദൈവം വാഗ്ദത്തം ചെയ്തു. അതിനുശേഷമായി ദൈവം നിവർത്തീകരിക്കാൻ വേണ്ടി വാക്ക് പറഞ്ഞ ദൈവം, അതാ പറയുന്നത്, വെറുതെ ഇരിക്കുകയില്ല, മറന്നു കളയുകയില്ല. അതിൻ്റെ സമയത്ത് അവനത് പ്രവർത്തിക്കും. എല്ലാവരും പറഞ്ഞാട്ടെ, എൻ്റെ ദൈവം എന്നോട്, എൻ്റെ കുടുംബത്തോട്, എൻ്റെ തലമുറയോട്, ശുശ്രൂഷയോട്, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തോട് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് പോലും അത് പ്രവർത്തികമാകാതെ പോകത്തില്ല. അതതിൻ്റെ സമയത്ത് നിവർത്തീകരിക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ വാക്കുകൾക്ക് മാറ്റമില്ലാത്തതാണ്. നീ നന്മ അനുഭവിക്കുമെന്ന് പറഞ്ഞാൽ, നന്മ കാണുമെന്ന് പറഞ്ഞാൽ നന്മ അനുഭവിക്കുക തന്നെ ചെയ്യും. നൽകുകയില്ലെന്ന് വാദിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യമതാണ്, ദൈവമക്കളുടെ സാക്ഷ്യമതാണ്. ദുഷ്ടൻ എത്ര പ്രബലപ്പെട്ട് വിടുവിക്കയില്ല എന്ന് പറഞ്ഞാലും ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ വിടുവിക്കും. അവരോട് പറഞ്ഞു, കൈയോട് സത്യം ചെയ്തിട്ട് പറഞ്ഞു, ഞാൻ മിസ്രയീം എന്നവരെ പുറപ്പെടുവിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി നോക്കി വെച്ചിരിക്കുന്നതും പാലും തേനും ഒഴുകുന്നതുമായ സർവ്വദേശങ്ങളുടെ മഹത്വമായിരിക്കുന്നതുമായ ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരുമെന്നും ആ നാളിൽ കൈയോട്ട് സത്യം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്, നോക്കി വെച്ചിരിക്കുന്നത് എത്ര ശ്രേഷ്ഠപരമാണെന്നറിയാമോ? അന്നത്തെ ഭൗതികമായ ഇസ്രായേലിന് വേണ്ടി, അന്ന് ഭൂമിയെയും സർവത്തെ സൃഷ്ടിച്ചവനായിരിക്കുന്ന ദൈവം നോക്കി വെച്ചിരുന്ന ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന പാലസ്തീൻ മണ്ണിനെ ദൈവം നോക്കി വെച്ചിരുന്നു. അതിൻ്റെ പ്രത്യേകത പാലും തേനും ഒഴുകുന്ന ഫലപുഷ്ടമായിരിക്കുന്ന സർവ്വദേശങ്ങളുടെ മഹത്വമായിരിക്കുന്ന സ്ഥലം അവർക്ക് വേണ്ടി നൽകാമെന്ന് അബ്രഹാമോട് വാക്ക് പറഞ്ഞ് കൈയോർത്ത് സത്യം ചെയ്ത ദൈവം ഇവരൊരു രാഷ്ട്രമാകുവാൻ തക്കതായ ജനസംഖ്യയായി തീർന്നു കഴിഞ്ഞപ്പോൾ ഒരുവരിൽ നിന്ന് ദൈവം അബ്രഹാമിൽ നിന്ന്, ഇസഹാക്കിൽ നിന്ന്, യാക്കോബിൽ നിന്ന് 12 ഗോത്രങ്ങളിൽ നിന്നും അവരെ വലിയൊരു ജനതയായി വർദ്ധിപ്പിച്ചൊരു രാഷ്ട്രമാക്കുവാനുള്ള സമയമായപ്പോൾ ദൈവം അവരെ വിടുവിച്ച് ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന സ്ഥലം മിസ്രയീമല്ല, നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന സ്ഥലം അത് അശൂരല്ല, നിങ്ങൾക്ക് വെച്ചിരിക്കുന്ന സ്ഥലം മറ്റേതെങ്കിലും ഉള്ള സ്ഥലമല്ല. ആ സ്ഥലം ഞാൻ നിങ്ങൾക്ക്
വേണ്ടി നോക്കി വെച്ചിരിക്കുന്നതാണ്. ഇന്ന് പകൽ സമയം നമ്മൾ നോക്കുന്നതല്ല, ലോത്ത് നോക്കിയതല്ല, അബ്രഹാം നോക്കിയത്. ദൈവം കൊടുത്തതാണ് അവൻ വാങ്ങിയത്. നമ്മൾ നോക്കി വെക്കണ്ട. ദൈവം നോക്കി വെച്ചിരിക്കുന്നത് നൽകുവാൻ വേണ്ടി ദൈവം പുറപ്പെടുവിക്കാൻ പോകുന്നുവെന്ന് ഇന്ന് പകൽ സമയം ആത്മാവിൽ ദൂതരേക്കിയ ദൈവത്തിന്റെ സമയമായി. അതുകൊണ്ട് ദൈവം പറയും, നിങ്ങൾക്ക് നോക്കി വെച്ചിരിക്കുന്ന നന്മയുണ്ട്. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന നന്മയല്ല, അതെത്രയോ വലുതാണ്. അതേക്കുറിച്ച് നമുക്ക് പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ ആത്മീയ അർത്ഥം പുതിയ നിയമത്തിലാണ് കാണുന്നത്. പഴയ നിയമത്തിൽ ദൈവം പറഞ്ഞു, ഞാൻ നോക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നൽകും. ദൈവം കൈ ഉയർത്തിയാ പറഞ്ഞത്, ഞാൻ നോക്കി വെച്ചിരിക്കും. ഞാൻ അബ്രഹാമിനെ വിളിക്കുമ്പോൾ അതിനു മുമ്പ് തന്നെ, ഭൂമിക്ക് അടിസ്ഥാനം ഇടുമ്പോൾ തന്നെ, രാഷ്ട്രങ്ങളെ പരത്തുമ്പോൾ തന്നെ, മനുഷ്യനെ വിവിധ നിലവാരങ്ങളിൽ അവൻ്റെ സംസ്കൃതിയും ഭാഷയും ഒക്കെയാക്കി മാറ്റുമ്പോൾ തന്നെ ഒരു സ്ഥലം ദൈവം തൻ്റെ സ്വന്തം ജനമായിരിക്കുന്ന ഇസ്രായേലിന് വേണ്ടി ദൈവം നോക്കി വെച്ചിരുന്നു. ഇന്ന് പകൽസമയം നമുക്ക് വേണ്ടി ദൈവം നോക്കി വെച്ചിരിക്കുന്ന ഭൗതിക നന്മകളുണ്ട്. അതുപോലെ തന്നെ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കിടെ നോക്കി വെച്ചിരിക്കുന്ന ആത്മീയ നന്മകളുമുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവം നോക്കി വെച്ചിരിക്കുന്നത് തരാതിരിക്കാൻ വേണ്ടിയാണ് ശത്രു പിടിച്ചു വെക്കുവാൻ ശ്രമിക്കുന്നതെങ്കിൽ, ഇന്ന് പകൽ സമയം ആത്മാവിന്റെ ശക്തിയാൽ ദൈവവചനത്തിന്റെ വാളാകുന്ന ആ വാളിനാൽ ശത്രുവിന്റെ സകല ബലത്തെ കെടുത്തിക്കളയുന്ന ദൈവപ്രവൃത്തി ഇന്ന് പകൽ സമയം അത് വെളിപ്പെട്ടു വരുവാൻ ദൈവവചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. വാള് പോലെ വ്യാപരിക്കും. അത് പിടിച്ചു വെക്കുവാൻ ശ്രമിക്കുന്ന ശക്തിയെ ദൈവമായ കർത്താവ് പരാജയപ്പെടുത്തി അതിൽ നിന്ന് ദൈവം പറഞ്ഞിരിക്കുന്ന അനുഭവത്തിലേക്കും അനുഗ്രഹത്തിലേക്കും നയിക്കുവാൻ ദൈവാത്മാ പ്രവർത്തിക്കുമെന്നാണ് യെശയ്യാവിന്റെ ചരിത്രം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ എടുത്ത് ചിന്തിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ എന്താണ് ദൈവം കൈ സംസാരിച്ച് ദൈവത്തിന്റെ കൈ ഉയർന്നിരിക്കുന്നു. ദൈവത്തിന്റെ കൈ ഉയർന്നിരിക്കുന്നെങ്കിൽ ഫറവോനെ, നീ എത്ര കൈ പിടിച്ചാലും എത്ര കൈ നീട്ടിയാലും നിന്റെ രഥങ്ങൾ എത്രമാത്രം പുറപ്പെട്ടാലും അവരെ പിടിച്ചു നിർത്താൻ കഴിയത്തില്ല. എത്ര പാരമ്പര്യത്തിന്റെ, എത്ര ദേശത്തിന്റെ, എത്ര പോരുകൾ പ്രബലപ്പെട്ടു നിന്നാലും ദൈവം നമുക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്, നോക്കി വെച്ചിരിക്കുന്നത് പ്രാപിച്ചെടുക്കുമെന്ന് ആത്മാവിൽ നിന്ന് ദൂത് പറയുക. ദൈവം നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, നമുക്ക് വേണ്ടി നോക്കി വെച്ചിരിക്കുന്നത് ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കാൻ വേണ്ടിയാ ഞാൻ നിങ്ങളും കരയുന്നതെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം പറയുകയാണ്, ഞാൻ കൈയോട്ടി തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കത് നൽകും എന്ന് ദൈവത്തിന്റെ ആത്മാവോട് വാക്ക് പറഞ്ഞാൽ കരമുയർത്തി സ്തോത്രം. കർത്താവേ, നീയാണ് വാക്ക് പറഞ്ഞത്, ഇത് മാറ്റമില്ലാത്തതാ. അബ്രഹാം ഇസ്ഹാക്ക് യാക്കോവിനോട് പറഞ്ഞ വാക്തത്വം ദൈവം പറഞ്ഞു, അത് ഞാൻ അവരെ പുറപ്പെടുവിക്കും. ഞാൻ നോക്കി വെച്ചിരിക്കുന്ന ദേശത്തേക്ക് ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്നതുമായ സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്ന ദേശത്തിലേക്ക് അവരെ കൊണ്ടുവരുമെന്നും ആ നാളിൽ കൈയുയർത്തി സത്യം ചെയ്തു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവം തരാൻ പോകുന്നത് ശ്രേഷ്ഠമായതാണ്, ഏറ്റവും ശ്രേഷ്ഠമേതാ. അതിനാണ് ഒരുപാട് തടസ്സമുണ്ടാകുന്നത്. അത് പ്രാപിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിരവധി വിഷയങ്ങൾ ഉണ്ടാകുന്നത്, പിന്മാറ്റം ഉണ്ടാകുന്നത്, പല വിഷയങ്ങൾ ഉണ്ടാകുന്നത്. അത് പ്രാപിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് അതിനെ തിരിച്ചറിയുന്ന ദൈവജനം ഈ ദിവസങ്ങളിൽ പറയണം, ദൈവം എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് പ്രാപിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ദൈവസന്നിധിയിൽ അവന്റെ ബലമുള്ള കൈക്കീഴ് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാ. അതെ, അവന്റെ കരങ്ങളിൽ നീ ഏൽപ്പിച്ചു കൊടുത്താൽ, നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ കരമുയർത്തി പറഞ്ഞിരിക്കുന്ന നിവൃത്തിയാകുമെന്ന് ഇന്ന് പകൽ സമയം ആത്മാവിൽ ഞാൻ ദൂതറിയിക്കുക. ഈ പ്രാർത്ഥനയിൽ നമുക്കവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരുന്നോട് പറയാം, കർത്താവേ, നീ പറഞ്ഞിരിക്കുന്ന ആലോചന എന്റെ ജീവിതത്തിൽ പ്രാവർത്തിയമാകും. നീ എനിക്ക് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി, എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് പ്രാപിച്ചെടുക്കാൻ വേണ്ടി നീ എന്നെ വിടിവിക്കാമെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് ഞെരുക്കത്തിയിരിക്കുന്നെന്ന് ദൈവം വിശാലതയിലേക്ക് നമ്മെ കൊണ്ടുവരാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ സമയം അത് പ്രാപിച്ചെടുക്കാൻ വേണ്ടി സകല ഞെരുക്കങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടിവിക്കുവാൻ വേണ്ടി ദൈവം തന്റെ കരം പ്രവർത്തിക്കുമെന്നാണ് ഇവിടെ രേഖപ്പെടുന്നത്. ഇതാണ് ഇതിന്റെ പ്രാരംഭ ഭാഗം. അപ്പൊ അവരെ വിടിവിക്കാന്ന് കർത്താവ് നാളിൽ കൈയുടെ സത്യം ദൈവത്തിന്റെ കൈ ഉയർന്നിരിക്കുന്നു പറഞ്ഞാൽ ഓരോ സന്ദർഭങ്ങളുടെ ബന്ധത്തിൽ ദൈവത്തിന്റെ കൈ ഉയർന്നിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ദൈവത്തിന്റെ കരം എപ്പോഴും ഉയർന്നിരിക്കുന്നതാ. അത് പ്രവർത്തിക്കാൻ വേണ്ടി, നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയൊക്കെ ദൈവത്തിന്റെ കരം ഉയർന്നിരിക്കുന്നു. എന്നാൽ എല്ലാവർക്കും അത് പ്രാപിച്ചെടുക്കാൻ കഴിയത്തില്ല. അത് പ്രാപിച്ചെടുക്കണമെങ്കിൽ അതേപോലെ തന്നെ ദൈവത്തിന്റെ വാക്തത്തിന് വേണ്ടി നാം കാത്തിരിക്കണം. പ്രിയപ്പെട്ടവരെ, വാക്കുകൾ കേട്ട്, പ്രവചനം കേട്ട് അത് ദൈവം നൽകുമെന്ന് പറഞ്ഞ് നമ്മുടെ ഇഷ്ടത്തിന് പോയാൽ അത് ലഭിക്കത്തില്ല. അത് ലഭിക്കാതെ പോയി. അതുപോലെ തന്നെ ദൈവം കൈയോട് സത്യം ചെയ്തതിനെ കുറിച്ച് 20-ാം അധ്യായത്തിന് എഹെസ്കേൽ 20-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നത്, ശബത്തുകളെ അനിശുദ്ധമാക്കുകയാൽ ഞാൻ അവർക്ക് കൊടുത്തിരുന്നതും പാലും തേനും ഒഴുകുന്നതും സർവ്വദേശങ്ങളുടെയും മഹത്വമായിരിക്കുന്നതുമായ ദേശത്തേക്ക് അവരെ കൊണ്ടുവരികയില്ല
എന്ന് ഞാൻ മരുഭൂമിയിൽ വെച്ച് കൈ ഉയർത്തി സത്യം ചെയ്തു. ഇവിടെ കൈ ഉയർത്തി സത്യം ചെയ്ത ദൈവം എല്ലാവരെയും കൊണ്ടുപോകത്തില്ലെന്നല്ല പറഞ്ഞത്. ദൈവത്തോട് മറുതലിച്ചു കഴിഞ്ഞാൽ ദൈവം കൈ ഉയർത്തി പറയും, നിന്നെ ഞാൻ കൊണ്ടുപോകത്തില്ല എന്ന്. അതാണ് ഇവിടെ സംഭവിച്ചത്. അപ്പോൾ ആ ദേശത്തേക്ക്, ദൈവം നോക്കി വെച്ചിരിക്കുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുവരികയില്ല എന്ന് ഞാൻ മരുഭൂമിയിൽ വെച്ച് കൈ ഉയർത്തി സത്യം ചെയ്തു. അപ്പോൾ ദൈവത്തിന്റെ കൈ ഉയർന്നിരിക്കുന്നു പറയുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, പ്രാരംഭത്തിലെ പറഞ്ഞു, ദൈവത്തിന്റെ കരം വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി, അത് തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി കയറം ഉയർന്നിരിക്കും, അത് നന്മയ്ക്ക് വേണ്ടിയാ. ദൈവത്തോട് മറുതലിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കരം ഉയർത്തി ദൈവം പറയും, ഞാൻ പറഞ്ഞിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുകയില്ല. അങ്ങനെ 40 വർഷം അവരവിടെ, ഇവരോട് ദൈവം കൈ ഉയർത്തി സത്യം ചെയ്ത് പിതാക്കന്മാരോട് പറഞ്ഞതാ. ഇവരതിന്റെ ഭാഗം വാങ്ങിച്ച് വന്നവരുതെന്നേ ഉള്ളൂ, അല്ലാതെ ഇവര് അതിനു വേണ്ടി നിന്നവരല്ല. എന്നാൽ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ഒക്കെ ദൈവത്തിന്റെ പാത പിൻപറ്റി തലമുറകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഇതൊന്നും അറിയാത്തവരായിരിക്കുന്നവർ പുറപ്പെട്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് അതിന്റെ കാര്യം മനസ്സിലായില്ല. എന്നാൽ അവരോട് ദൈവം പറഞ്ഞു, മരുഭൂമിയിൽ ദൈവത്തെ 10 പ്രാവശ്യം ദൈവത്തോട് മത്സരിച്ചെന്നാണ് പറയുന്നത്. അവസാനമാണ് ദൈവം കൈകൾ സത്യം ചെയ്ത് നിങ്ങളെ കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ദൈവത്തിന്റെ കരം ഉയർന്നിരിക്കുന്നത് അത് അനുഗ്രഹത്തിന് വേണ്ടിയാണ്, അത് വാഗ്ദത്തം ചെയ്യാൻ വേണ്ടിയാണ്. എന്നാൽ അതേ കരം തന്നെ അതുപോലെ തന്നെ അത് നടത്തുകയില്ല എന്നും സത്യം ചെയ്യും. ദൈവം സത്യം ചെയ്താൽ അതിന്ന് പിന്മാറത്തില്ല, അത് അതുപോലെ തന്നെ സംഭവിപ്പാനും ഇടയായി തരും എന്ന് ഇത് മനസ്സിലായി വിചാരിക്കുന്നതിൽ ഇനി ഒരുപാട് ഭാഗങ്ങൾ അതിൻ്റെ അകത്തോടെ 20-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിലെങ്കിലും ഞാൻ എൻ്റെ കൈ പിൻവലിക്കുകയും ഞാൻ അവരെ പുറപ്പെടുവിച്ചോ. ദൈവം കൈയോട് സത്യം ചെയ്തിട്ടും ദൈവത്തിന്റെ കൈ പിൻവലിക്കുകയും ഞാൻ അവരെ പുറപ്പെടുവിച്ചത് കണ്ട് ജാതിയുടെ മുമ്പാകെ എൻ്റെ നാം അശുദ്ധമാകാതിരിക്കാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, ഈ നമ്മൾ പ്രാർത്ഥനക്കാരാണെന്ന് പറയുന്നത് കൊണ്ട് നമ്മളോട് കരുണ കാണിക്കുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല. പകർച്ച ഞാൻ പറയുക, എൻ്റെ ഒരു ഗുണവും കൊണ്ടല്ല, ദൈവത്തിന്റെ നാമം ദൂഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാ ദൈവം ചെയ്യുന്നത്. മനസ്സിലായോ? കർത്താവ് പറഞ്ഞു, നിന്റെ നന്മ കൊണ്ടൊന്നുമല്ല, നീ എനിക്ക് വേണ്ടി നിൽക്കുന്നത് കൊണ്ടൊന്നുമല്ല, നീ പ്രവർത്തിച്ചുകൊണ്ടൊന്നുമല്ല, നീ പ്രാർത്ഥനക്കാരനല്ലേ. ദേശത്ത് എൻ്റെ നാമം ദൂഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യുക? ദൈവം കൈ പിൻവലിക്കും. ദൈവനാമം ദൂഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ദൈവം കൈ പിൻവലിക്കും. അതുകൊണ്ട് നമുക്ക് ദിവസത്തിൽ പറയാൻ, കർത്താവേ, ഞങ്ങളുടെ നന്മയൊന്നുമല്ല, നിന്റെ വിശുദ്ധ നാമം അശുദ്ധമാകാതിരിക്കാൻ വേണ്ടി ഞങ്ങളോട് കരുണ കാണിക്കുന്നതാണ് എന്ന് പകർച്ച നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതുകൊണ്ട് പറയുന്നത്, ഞാൻ എൻ്റെ കൈ പിൻവലിക്കുകയും ഞാൻ അവരെ പുറപ്പെടുവിച്ചത് കണ്ട് ജാതികളുടെ മുമ്പാകെ എൻ്റെ നാമം അശുദ്ധമാകാം. അപ്പം സഭകളിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും അതുപോലെ തന്നെ ദൈവം അങ്ങ് ന്യായം വിധിച്ചിരുന്നെങ്കിൽ, ദൈവത്തിൻ്റെ കൈ പിൻവലിക്കാതെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ, ഞാൻ പറയട്ടെ, കേരളത്തിൽ എത്ര സഭകൾക്ക് നിലനിൽക്കാൻ കഴിയുമായിരുന്നു? എത്ര സഭകൾക്ക് നിലനിൽക്കാൻ കഴിയുമായിരുന്നു? ആർക്ക് നിലനിൽക്കാൻ കഴിയുമായിരുന്നു? ആരംഭ നൂറ്റാണ്ടിലെ പോലെ ദൈവത്തിന്റെ കരം അന്ന് പ്രവർത്തിച്ചതുപോലെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ, നമുക്കറിയാം, വസ്തു കൊണ്ട് വിറ്റ് വന്ന അനന്യാസ് സവീറയും തെറ്റ് ചെയ്തപ്പോൾ അവരുടെ ആ സമയത്ത് തന്നെ അവർ അവിടെ വീണു മരിപ്പാനിടയാറ്റുന്നെങ്കിൽ, അതേ രീതിയിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു യേശുവിന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? കർത്താവ് അതുകൊണ്ട് കൈ പിൻവലിച്ചിരിക്കുക. അതുകൊണ്ട് നമ്മളാരും വിചാരിക്കുക നമ്മുടെ വിശുദ്ധി കൊണ്ടോ നമ്മുടെ പ്രവർത്തനം കൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ടോ ഒന്നും അല്ല. ദൈവത്തിന്റെ കരുണ കൊണ്ട്, ദൈവത്തിന്റെ നാമം അശുദ്ധമാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ ഇടയിൽ എന്താ സംഭവിക്കുന്നുള്ളത്? ദേശത്ത് അത് അശുദ്ധമാകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം കരുണ കാണിക്കുന്നത്, അല്ലാതെ നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടല്ല എന്നുകൂടി ഇന്ന് പകൽ സമയം മനസ്സിലാക്കി പോകുന്നത് നന്നായിരിക്കും. അതേ, നമുക്ക് പറയാം, കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥനക്കാരാണ്, ഞങ്ങൾ സഭയാണ്, ദൈവമക്കളാണെന്ന് പറഞ്ഞിട്ട് ദൈവത്തിന്റെ നാമത്തിന് വിരുദ്ധമായി പ്രവർത്തികൾ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ, അവിടെ നമുക്ക് കാണാൻ സാധ്യത അങ്ങനെ ഒരു സ്ഥിതി വരുമ്പോൾ ദൈവം ശിക്ഷിക്കും. പക്ഷേ ദൈവം വേഗത്തിൽ കൈ പിൻവലിക്കും. കാരണം അങ്ങനെ എല്ലാവരെയും ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരും കാണത്തില്ല. ദൈവത്തിന്റെ കരുണ എത്ര വലുതാ, എത്ര വലിയ കൃപയാണ്. അതുകൊണ്ട് പറയാൻ, കർത്താവേ, ഞങ്ങളുടെ ഒരു കഴിവും എടുക്കുമല്ല, ഞങ്ങൾ അവിശ്വസ്തരാണ്, ഞങ്ങൾ കർത്താവേ പാപം ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അങ്ങേ അവിശ്വസിച്ചിട്ടുണ്ട്, ഞങ്ങൾ തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് സമ്മതിക്കുവാൻ കഴിയുമെങ്കിൽ ദൈവാത്മാവിന്ന് നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ഒരു
കാര്യവും ദൈവത്തിന് പ്രശംസയായി പറയണ്ട. എന്നെ നിങ്ങളെ ദൈവത്തിന് നന്നായി അറിയാം. നമ്മുടെ ഹൃദയങ്ങളെ അന്തരങ്ങളെ അറിയുന്ന കർത്താവ് സകലവും അവൻ അറിയാം. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ നാമം അശുദ്ധമാകാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കൈ പിൻവലിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ദൈവമക്കളോടുള്ള ബന്ധത്തിൽ കൈ പിൻവലിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഞാൻ കൈ പിൻവലിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 24-ാം വാക്യം, ഞാൻ അവരെ ജാതികളിൽ ചിഹ്നിച്ച് രാജ്യങ്ങളിൽ ചെതറിച്ച് കളയുമെന്ന് മരുഭൂമിയിൽ വെച്ച് കൈ ഉയർത്തി അവരോട് സത്യം ചെയ്തു. ഇങ്ങനെ പറഞ്ഞിരിക്കും. കൈ ഉയർത്തുന്നതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കാൻ മുഴുവൻ എടുത്ത് വിശദീകരിക്കാൻ പോകുന്നില്ല. 28-ാം വാക്യം, അവർക്ക് കൊടുക്കുമെന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്ത ദേശത്തേക്ക് ഞാൻ അവരെ കൊണ്ടുവന്ന ശേഷം. പക്ഷേ ദൈവം അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൈ ഉയർത്തി നിന്റെ സന്തതിക്ക് വാഗ്ദേശം നൽകാമെന്ന് പറഞ്ഞപ്പോൾ അത് പ്രാപിച്ചെടുക്കേണ്ടവരെ വിടുവിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാദിച്ചെങ്കിൽ ദൈവം അവരെ വിടുവിച്ചെടുത്തു. അവരെ മിസ്രയീം ദേശത്തുനിന്ന് പുറപ്പെടുവിച്ച് കനാൻ ദേശത്തിൽ ദൈവം അവർക്ക് കൊണ്ടുപോയി കൊടുത്തു. എന്നാൽ അവിടെയും മരുഭൂമിയിലൊക്കെ വെച്ച് അവര് മ്ലേച്ഛത പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ദൈവം അവരെ തള്ളിക്കളഞ്ഞു, അവരെ മാറ്റിക്കളഞ്ഞു. എങ്കിലും ദൈവം തൻ്റെ നമ്മുടെ പിതാക്കന്മാരോട് പറഞ്ഞ വാക്കുകളെ അവൻ മാറാതെ കൈവെടുത്ത് സത്യം ചെയ്തുകൊണ്ട് അത് പ്രവർത്തിക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? അവരെ ആ ദേശത്തേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ഇന്നും ചരിത്രമാണ്. ഇന്നും യാക്കോബിന്റെ സന്തതി ഈ പാലസ്തീൻ നാടിൽ വാഴുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, ദൈവം അവരെ മടക്കി കൊണ്ടുവന്നു. കൈ ഉയർത്തി സത്യം ചെയ്ത ദൈവം അത് പ്രവർത്തിപ്പാൻ ശക്തനാണ്. അപ്പോൾ കൈ ഉയർത്തി ദൈവത്തിന്റെ കരം ഉയർന്നിരിക്കുക എന്നതിൻ്റെ അർത്ഥം അത് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ കാണുമ്പോൾ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം കൈ ഉയർത്തി ചെയ്യാമെന്നോ ചെയ്യുന്നില്ലെന്നോ പറയുന്നതിനെയാണ് കൈ ഉയർന്നിരിക്കുക എന്ന് പറയുന്നത്. പകൽ സമയം ഇത് മനസ്സിലായിരിക്കും. ദൈവത്തിന്റെ വലങ്കൈ അല്ലെങ്കിൽ ദൈവത്തിന്റെ കരം ഉയർന്നിരിക്കുന്നുവെന്ന് 118-ാം സംഗീതത്തിൽ പറയുന്നത്, യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു പറഞ്ഞതിന്റെ അർത്ഥം ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മുടെ മീതെ ഉയർന്നിരിക്കുന്നതിനായി ദൈവത്തിന് പഴയ നിമിത്തമുള്ള ബന്ധത്തിൽ നാം ചിന്തിച്ചില്ല. ഇനി ഈ കരം ഉയർന്നിരിക്കുന്ന കരം എങ്ങനെയത് അത് ആ അന്ന് ചെയ്തിരിക്കുന്ന വാക്ക് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ അത് പ്രവൃത്തി മണ്ഡലത്തിലേക്ക് കൊണ്ടിരുന്നു, അത് ദൈവത്തിന്റെ കരം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചാണ് നമുക്ക് ഈ പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണാൻ സാധിക്കും. ദൈവം വാഗ്ദത്തം പറഞ്ഞത് അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ ദൈവം അതങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ച് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവം തൻ്റെ വലങ്കൈ നീട്ടും, വലങ്കൈ വീര്യം യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നത് അത് അവന്റെ നാമം. വലങ്കൈ എന്ന് പറയുമ്പോൾ നാമം, യഹോവയുടെ വലങ്കൈ, യഹോവയുടെ നാമം വീര്യം പ്രവർത്തിക്കും. ദൈവത്തിന് കാര്യം വീര്യം പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നമുക്കറിയാം. ഞാൻ അതൊന്ന് എടുത്തു പോകുന്നത് ഇതോടുള്ള ബന്ധത്തിൽ മനസ്സിലാകാൻ വേണ്ടി. കരമുയർത്തി സത്യം ചെയ്ത ദൈവം അത് പ്രാവർത്തികമാക്കുവാൻ വേണ്ടി അതിനു വേണ്ടി താൻ പറഞ്ഞ കാര്യം നിവൃത്തിയിരിക്കപ്പെടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അങ്ങനെ അന്ന് പറഞ്ഞെങ്കിൽ ഇസ്രായേൽ ചരിത്രം എടുത്ത് പഠിച്ചു നോക്ക്. ഇപ്പൊ നമുക്ക് പാലസ്തീൻ മണ്ണിൽ ദൈവം പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഇസ്രായേൽ എന്ന രാഷ്ട്രമുണ്ടെങ്കിൽ എത്രയോ പ്രതിസന്ധികളിലൂടെ അവർ കടന്നുപോയി. അതിനെയൊക്കെ മറികടന്ന് അവർ ഇന്ന് ഒരു രാഷ്ട്രമായി നിലനിൽക്കുന്നുണ്ടെങ്കിൽ പറയണം, ദൈവം കൈ ഉയർത്തി പറഞ്ഞിരിക്കുന്നത് അത് പ്രാവർത്തികമാകുക തന്നെ ചെയ്യും. അത് മാറിപ്പോകത്തില്ല. അത് വാഗ്ദത്തമാണ്, നിറവേറപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെ ദൈവം പറഞ്ഞിരിക്കുന്നതിനെ പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞ് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ അതിന് വിരുദ്ധമായി നിൽക്കുന്നതിനെ മാറ്റുവാൻ വേണ്ടി ദൈവം പ്രവർത്തിച്ചതിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ ഞാൻ വായിക്കാം. അതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. 21-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അന്ന് മോശ കടലിന്മേൽ കൈ നീട്ടി. അപ്പോൾ മോശ കടലിന്മേൽ കൈ നീട്ടി. അതിൻ്റെ 14-ാം അധ്യായം 21-ാം വാക്യമാണ്. സൈന്യത്തെ കൊണ്ടുവന്ന മോശ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാതെ ഭാരപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ഈ ചെയ്തിട്ടാണ് കർത്താവിനെ ഓർപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ട് നമ്മളെ ഓർപ്പിക്കും. യശായാപ്രവചനം 42-ാം അധ്യായം 16-ാം വാക്യം വായിക്കുമ്പോൾ ഇസ്രായേലിനെ ദൈവം കൂടെ ദൈവം ചെയ്ത കാര്യങ്ങളെ ഓർപ്പിക്കാം. 42-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ കുരുടന്മാരെ അവർ അറിയാത്ത വഴിയിൽ
നടത്തും. അവർ അറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും. ഞാൻ അവരുടെ മുമ്പിൽ ഇരുളിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും. ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഞാൻ അവരുടെ മുമ്പിൽ ഇരുളിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും. 42:16 അത് പറയുമ്പോൾ അങ്ങനെ തന്നെ ദൈവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ പുറപ്പാട് 14:20 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ ഇവിടെ രേഖപ്പെടുത്തി, രാത്രി മുഴുവൻ മിസ്രയീമിന്റെ സൈന്യവും ഇസ്രായേലുടെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവരുടെ മധ്യേ നിന്നു. അവർക്ക് മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു. അപ്പോൾ ദൈവം ഇരുളിനെ പ്രകാശമാക്കി നൽകും. ദൈവം കരമുയർത്തി സത്യം ചെയ്ത ദൈവജനത്തിനു വേണ്ടി ഇരുളിനെ പ്രഭാതമാക്കും. ഇരുളിനെ അവൻ വെളിച്ചമാക്കി മാറ്റും. ഇന്ന് നാം ചിന്തിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, എത്രയോ നമ്മുടെ ജീവിതത്തിന്റെ ഇരുൾ മേഖലകളിൽ ദൈവം അതിനെ വെളിച്ചമാക്കി തന്നിട്ടുണ്ട്. ഇനി മുമ്പോട്ട് പോകുവാൻ സാധിക്കത്തില്ല എന്ന് വിചാരിച്ച് ഇരുൾ മൂടുന്ന സമയത്ത് ദൈവത്തിന്റെ വെളിച്ചം തന്നാണ് ദൈവം കരമുയർത്തി സത്യം ചെയ്തത് നിവർത്തീകരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പുറകോട്ട് ചിന്തിക്കാം. അതെ, നമ്മുടെ നമ്മളോട് ബന്ധത്തിൽ ദൈവം നമ്മളോട് അരുളി ചെയ്യാൻ വേണ്ടി, അത് പ്രാവർത്തികമാകാതിരിക്കാൻ വേണ്ടി ഏതെല്ലാം ഇരുളുകൾ കടന്നു വന്നു, എത്രയോ തടസ്സങ്ങൾ വന്നു. എന്നാൽ ആ തടസ്സങ്ങളെ, ഇരുളിനെ മാറ്റുവാൻ വെളിച്ചമായവൻ വെളിപ്പെട്ടതുപോലെ അവൻ ഇരുളിനെ വെളിച്ചമാക്കി തീർക്കുവാനിടയാത്തുന്നു. ഇസ്രായേൽ ജനത്തിന് വേണ്ടി അവിടെ ദൈവം എന്ത് ചെയ്തു? വെളിച്ചം കൊടുക്കുവാനിടയാത്തുന്നു. അവരുടെ ദുർഘടങ്ങളെ ദൈവം സമഭൂമിയാക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ കരം അവിടെ പ്രവർത്തിച്ചു. അപ്പോൾ മോശയോട് പറയാണ്, മോശയെ നീ, അവൻ കടൽമേൽ കൈ നീട്ടിയപ്പോൾ അവിടെ സംഭവിച്ചത്, യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു ഉണങ്ങിയ നിലമാക്കി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞു. ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി നടന്നുപോയി. അപ്പോൾ അതിനു മുമ്പ് നിൽക്കുന്ന ദുർഘടമായിരുന്നു, ഇരുളായിരുന്നു. അപ്പോൾ ഈ ഇരുളിനെയും ദുർഘടത്തെ നിരപ്പാക്കി ദൈവം വഴി ഒരുക്കുവാൻ ശക്തനാണ്. ഇന്ന് ഈ ദൂത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ ഇരുളാണെങ്കിൽ, അതേ മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത ഇരുളാണെങ്കിൽ, ദുർഘടമാണെങ്കിൽ, അത് മുമ്പിൽ കടൽ നിൽക്കുകയാണ്. രാത്രിയായപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായി തീർന്നു കഴിഞ്ഞപ്പോൾ ദൈവം അതിനെ വെളിച്ചമാക്കി. അവിടെ കടലിന്മേൽ മോശ കൈനീട്ടി. ദൈവത്തിന്റെ കരമാണ് അവിടെ നീട്ടിയത്. മോശയോട് ദൈവം പറഞ്ഞു, നീ അതിനെ വിഭാഗിക്കേണ്ടതിന് വേണ്ടി നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക എന്ന് ദൈവം അവിടെ കണ്ടു ചെയ്തു. ഈ മോശ കൈ നീട്ടിയെങ്കിലും അവിടെ വ്യാപരിക്കുന്നത് ദൈവത്തിന്റെ കരം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ അതിന് സംശയം തോന്നുന്നു. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? അത് നമ്മൾ പ്രിയപ്പെട്ടവരെ, അത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ദൈവം പറയുന്ന കാര്യങ്ങൾ അതങ്ങനെ തന്നെയാ. മോശയോട് കൂടെ ദൈവത്തിന്റെ കരമായിരുന്നത്. അതിന് തെളിവായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം അതിന്റെ 49 അധ്യായത്തേക്ക് വരുമ്പോൾ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ, അതിന്റെ കൊമ്പുകൾ മതിൽമേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ അവനോട് പൊരുതുന്നു. 24 വാക്യം, അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു, അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലവന്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രായേലായ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. ഇവിടെയാണ് കാണാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ ഭുജം എന്നുള്ളത്, ദൈവത്തിന്റെ കരം എന്നുള്ളത് ദൈവത്തിന്റെ നാമമാണെന്ന്. അപ്പോൾ ഈ മോശയുടെ കൈ അവിടെ ചെങ്കടലിനെ വിഭാഗിക്കാൻ വേണ്ടി നീട്ടിയപ്പോൾ യോസഫിനോട് കൂടെ അവന്റെ വില്ല് ഉറപ്പിച്ചു നിർത്തിയ അതേ ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമം, ആ ശക്തിയാണ് അവിടെ മോശയിലൂടെ വ്യാപരിപ്പാൻ ഇടയാക്കുന്നത്. ഇന്ന് ഈ പകൽ സമയം ദൂത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ നാമത്തിൽ പറയുമ്പോൾ അത് ദൈവത്തിന്റെ ശക്തിയാണ് അവിടെ വ്യാപരിക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ മോശ അവിടെ വിഭാഗിക്കുകയല്ല ചെയ്തത്. ഇവിടെ യോസഫിന്റെ മേൽ അവന്റെ ഭുജം ബലഹീനമായി തീരുമ്പോൾ, ബലഹീനമായിരിക്കുന്ന യോസഫിന്റെ ഭുജത്തെ അവന്റെ വില്ലിനെ ഉറപ്പോടെ നിർത്താൻ വേണ്ടി, അവന്റെ ഭുജത്തെ ബലപ്പെടുത്തുവാൻ വേണ്ടി ദൈവത്തിന്റെ കരം അവന്റെ മേൽ പിടിച്ചിരുന്നെന്ന്. അങ്ങനെയെങ്കിൽ മോശ ഈ ചെങ്കടലിന്മേൽ അവന്റെ ഭുജം നീട്ടിയപ്പോൾ, അവന്റെ കൈ നീട്ടിയപ്പോൾ, ആ അദൃശ്യമായിരിക്കുന്ന യഹോവയാം ദൈവത്തിന്റെ കൈ മോശയോട് കൂടെ ഉണ്ടായിരുന്നു. യോസഫിനോട് കൂടെ അവൻ
അവന്റെ കരം പ്രവർത്തിച്ചതുപോലെ തന്നെ മോശയോട് കൂടെ ദൈവത്തിന്റെ കരവും പ്രവർത്തിപ്പെട്ടിടയാത്ത. അതുകൊണ്ടാണ് ഞാൻ തെളിവ് എടുത്ത് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ സംശയം അവിടെ ഒന്നും എഴുതിയിട്ടില്ലല്ലോ എന്നുള്ളത്. എന്നാൽ ഇതിന്റെ ചരിത്രം പഠിച്ചു പോകണം. യോസഫിന്റെ കരം ബലഹീനമായിരുന്നു, അവന് നിൽക്കുവാൻ കഴിയത്തില്ലായിരുന്നു. അവൻ തളർന്നു പോകുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവനെ ബലപ്പെടുത്തുവാൻ വേണ്ടി സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കരം അവനെ പിടിച്ചതുപോലെ ഞാനും നിങ്ങളും പൊരുതി നിൽക്കുവാൻ പലപ്പോഴും പരിശ്രമിക്കുമ്പോൾ അശക്തരായിത്തീരും. നീ പടരുന്നത് കാണാതിരിക്കാൻ വേണ്ടി, നീ അത് വർദ്ധിച്ചു വരുന്നത് കാണാതിരിക്കാൻ വേണ്ടി, ചില്ലുകൾ നീട്ടുന്നത്, വളരുന്നത്, ദൈവസഭയെ, ദൈവമക്കളെ നീ അനുഗ്രഹം പ്രാപിക്കുന്നത് അത് കണ്ടു കഴിയുമ്പോൾ അസൂയ പൂണ്ടിരിക്കുന്ന ചില ശക്തികൾ നിനക്കെതിരെ ദിവസങ്ങളിൽ അതിനെ നിന്റെ ഫലപുഷ്ടി ഇല്ലാതാക്കി കളയാൻ വേണ്ടി, പടരാതിരിക്കാൻ വേണ്ടി, വളർച്ച പ്രാപിക്കാതിരിക്കാൻ വേണ്ടി, നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്യുമ്പോൾ നീ പലപ്പോഴും പതറിപ്പോകും, വല്ലാതെ ക്ഷീണിച്ചു പോകും. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാ പറയട്ടെ, ഞാൻ നിങ്ങളും പതറുന്ന വേളയിൽ നമ്മെ കരം പിടിക്കുന്ന ഒരു കരം ഇന്ന് പകൽ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ കരം പിടിച്ചിട്ടുണ്ട്. ദൈവം നമ്മളെ ബലപ്പെടുത്തി നിൽക്കുന്നത് കൊണ്ടാണ് ഈ ദിവസങ്ങളിൽ പരിചയ പിടിക്കുവാൻ കഴിയുന്നത്. ശത്രുവിന്റെ സകല തന്ത്രങ്ങളെയും അവന്റെ അയക്കുന്ന സകല തീയമ്പുകളെയും തടയാൻ തക്കതായി വിശ്വാസം വന്ന് പരിചയ പിടിക്കുവാൻ നമ്മെ ബലപ്പെടുത്തിയിരിക്കുന്നത് അതിശനായിരിക്കുന്ന ദൈവത്തിന്റെ കരം നമ്മോട് കൂടിയിരിക്കുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ നാം എന്നെ പരാജയപ്പെട്ടു പോകുമായിരുന്നു, നാം എന്നെ തകർന്നു പോകുമായിരുന്നു. യോസഫേ, നിന്റെ കരം നീ ബലപ്പെടുത്തി നിന്നത് ഒന്നിനൊന്നിന് പുറകായ വിഷയങ്ങൾ വന്നപ്പോൾ അവിടെ ഒന്നും നീ പരാജയപ്പെട്ടു പോകാതിരുന്നതിന്റെ പിമ്പിൽ ദൈവത്തിന്റെ കരമാണ് അവന്റെ മുമ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയെങ്കിൽ യാക്കോബിന്റെ സന്തതിയുടെ മേൽ ദൈവത്തിന്റെ കരം എപ്പോഴും കൂടിയിരുന്നെങ്കിൽ ദൈവം കൈ ഉയർത്തി വാഗ്ദത്തം ചെയ്തവന്റെ സന്തതി പ്രാപിക്കേണ്ട നന്മകൾ പ്രാപിക്കാതിരിക്കാൻ വേണ്ടി, അത് ലഭിക്കാതിരിക്കാൻ വേണ്ടി, വളർച്ച പ്രാപിക്കാതിരിക്കാൻ വേണ്ടി ദിവസം ശത്രു അതിനെതിരെ അമ്പുകൾ എയ്യുമ്പോൾ, അവൻ വില്ല് കൊലയ്ക്കുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുവാൻ, അതിനെ ഇല്ലാതാക്കുവാൻ വേണ്ടി പ്രാപ്തന്മാരാക്കി യോസഫിനെ ബലപ്പെടുത്തി നിർത്തിയത് ദൈവത്തിന്റെ ഭുജമായിരുന്നത് പോലെ ഈ സാഹചര്യം കടന്നു പോകേണ്ട ചെങ്കടൽ വിഭാജിക്കപ്പെടുവാൻ വേണ്ടി ദൈവത്തിന്റെ കരം മോശയോട് കൂടിയിരുന്നു. അത് മോശ കൈ നീട്ടിയപ്പോൾ ദൈവത്തിന്റെ അദൃശ്യമാകുന്ന കരം മോശയുടെ കൈയുടെ മേലുണ്ടായിരുന്നു. ദൈവത്തിന്റെ കരം വീര്യം പ്രവർത്തിക്കുന്നതാ, ദൈവത്തിന്റെ കരം വീര്യം പ്രവർത്തിക്കുന്നതാ. യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കും. അവിടെ ദൈവമായ കർത്താവിന്റെ കരം മോശയോട് പറഞ്ഞു, മോശയെ നീ കരം നീട്ടിക്കോ, നീ കരം നീട്ടുമ്പോൾ നിന്റെ കരത്തോടുകൂടെ എന്റെ കരം ഉണ്ടായിരിക്കും. യോസഫിനോട് കൂടെ എന്റെ കരം ഇരുന്നത് പോലെ നീ കരം നീട്ടുമ്പോൾ എന്റെ കരം കൂടിയിരിക്കും. അത് മോശ കരം നീട്ടിയപ്പോൾ ചെങ്കടലിനെ വിഭാഗിക്കാൻ വേണ്ടി ദൈവത്തിന്റെ ശക്തി അവിടെ യാവരി പലയിടത്തുനിന്നും ദൈവം മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി സമഭൂമിയാക്കി മാറ്റി. അങ്ങനെ വെള്ളം തമ്മിൽ വേർപിരിഞ്ഞ് ഇസ്രായേൽ മക്കൾ കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടെ നടന്നുപോയി. വർഷങ്ങളെടുത്തില്ല, മാസങ്ങളെടുത്തില്ല, ആഴ്ചകളെടുത്തില്ല. പ്രിയപ്പെട്ടവരെ, ചുരുക്കം ചില ഒരു രാത്രി കൊണ്ട് ദൈവം രാത്രിയെ വെളിച്ചമാക്കുകയും ദുർഘടങ്ങളെ നിരപ്പാക്കി അവിടെ സമഭൂമിയാക്കി തീർത്ത് 25 ലക്ഷത്തിലധികമുള്ള ജനതയെ അപ്പുറം കടത്തുവാൻ വേണ്ടി ദൈവാത്മാവ് വ്യാപരിച്ചെങ്കിൽ ഈ ദിവസങ്ങളിലെ ഏത് പ്രതിസന്ധിയെ ഇരുളിനെയും മാറ്റി മറുകര കടത്തുവാൻ, വാക്തത്വം പ്രാപിക്കുവാൻ, അതിനെ പ്രാപിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള യാത്ര തുടരുവാൻ ദൈവാത്മാവ് നമുക്ക് തുണ നിൽക്കുമെന്ന് ഇന്ന് ഉപവാസ പ്രാർത്ഥനയിൽ ആത്മാവ് ഞാൻ ദൂതറിയിക്കുകയാണ്. അങ്ങനെ ഇവർക്ക് നോക്കി വഴിയില്ലാതിരുന്ന ഇളായിരിക്കുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന സമയത്ത് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇടയാത്തുന്നു. മോശ കൈ നീട്ടിയപ്പോൾ ദൈവത്തിന്റെ കരം അവിടെ വ്യാപരിപ്പാൻ ഇടയാത്തുന്നു. വലിയൊരു കാറ്റടിക്കുവാൻ ഇടയാത്തുന്നു. ചില മണിക്കൂറുകൾ കൊണ്ട് ഈ കാറ്റ്, കിഴക്കൻ കാറ്റടിച്ച് ആ വെള്ളത്തെ വിഭാഗിച്ച് വേർതിരിച്ച് ചെറുപോലെ മാറ്റി നിർത്തി അവിടെ ഐസ് പോലുള്ള വഴി തുറക്കപ്പെടുവാൻ, അത് ഉണങ്ങിയ നിലമാക്കിയെന്നവന് വെള്ളം മാറി അവിടെ കട്ടിയുള്ള സമഭൂമിയാക്കി മാറ്റി. അവർക്ക് കാരണം കുണ്ടും കുഴിയുള്ള വഴിയായിരുന്നില്ല. നമുക്കറിയാം ഇവിടെ എത്രമാത്രം ഏതെല്ലാം രീതിയിലുള്ള റോഡുകൾ പണിതാലും കുറച്ച് കഴിയുമ്പോൾ കുണ്ടും കുഴിയും ഉണ്ടാകും. വർഷങ്ങളെടുത്ത് പണിയുന്ന, മാസങ്ങളെടുത്ത് പണിയുന്ന പല വഴികളും കുറച്ച് കഴിയുമ്പോൾ കുണ്ടും കുഴിയുമായി മാറുമെങ്കിൽ ദൈവം ഒരുക്കിയ വഴി അത് സമഭൂമിയായിരുന്നു. അതവർക്ക് കടന്നു പോകത്തക്കവണ്ണം ഒരു പ്രയാസം കൂടാതെ 25 ലക്ഷത്തിലധികം ആൾക്കാർക്ക് കടന്നു പോകുവാൻ വേണ്ടി അവൻ
ചെങ്കടലിൽ പാതയൊരുക്കിയ ദൈവം ഇന്ന് പകൽ നമ്മോട് സംസാരിക്കുക. അവൻ വഴിയൊരുക്കിയാൽ അതെത്ര ആശ്ചര്യമായ വഴിയാണ്. അവിടെ യാതൊരു പ്രയാസമുണ്ടാകത്ത, ദുർഘടമുണ്ടാകത്തില്ല. നിരപ്പാക്കുന്ന ദൈവം നമുക്ക് വേണ്ടി, നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി, ഭാവിക്ക് വേണ്ടി ദുർഘടങ്ങളെ നിരപ്പാക്കി അവൻ നമുക്ക് വേണ്ടി വഴിയൊരുക്കുന്നതിനായി ഇന്ന് പകൽ സമയം കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. അസാധ്യമെന്ന് വിചാരിക്കുന്ന സമയങ്ങളിൽ, സാഹചര്യങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി, അവന്റെ കരം വീര്യം പ്രവർത്തിച്ചു കഴിയുമ്പോൾ, അവന്റെ കരം നീട്ടിക്കഴിയുമ്പോൾ, അത് പ്രവർത്തിച്ചു കഴിയുമ്പോൾ, ചില മണിക്കൂറുകൾക്കുള്ളിൽ, ചില നിമിഷങ്ങൾക്കുള്ളിൽ ദൈവത്തിന്റെ കരം പ്രവർത്തിച്ചപ്പോൾ അവിടെ അതുവരെയും ഒഴുകിക്കൊണ്ടിരുന്ന കടലായിരുന്ന ആ ചെങ്കടൽ വിഭാഗിക്കപ്പെട്ടതുപോലെ ദിവസങ്ങൾ അസാധ്യമെന്ന് വിചാരിക്കുന്ന ചില രോഗങ്ങൾ, പാറയിൽ നിന്ന് വിചാരിക്കുന്ന ചില ഭാരങ്ങൾ, ചില വേദനകൾ, ചില ഇല്ലായ്മകളെ ഇന്ന് പകൽ സമയം ദൈവാത്മാവിന്റെ കരത്തിന്റെ ശക്തിയാൽ വിഭാഗിച്ച് ആ ദുർഘടത്തെ സമഭൂമിയാക്കി മാറ്റുന്ന ദൈവപ്രവൃത്തി വ്യാപരിക്കുന്നുണ്ട്. നമ്മുടെ യാത്രയ്ക്ക് മുൻപായി തടസ്സമിടുന്ന എല്ലാ പോരുകളും ഇന്ന് പകൽ സമയത്തെ ആത്മാവിന്റെ ശക്തിയിൽ നാം ഒന്നിച്ച് ആരാധിക്കുമ്പോൾ ദൈവം അതിനെ ദുർഘടങ്ങളെ നിരപ്പാക്കി അതിനെ ഒരു സമഭൂമിയാക്കി മാറ്റി സുഖവുമായി യാത്ര ചെയ്യുവാൻ വേണ്ടി വഴി തുറക്കുന്ന വർഷങ്ങളാക്കി ദൈവം മാറ്റുന്നതിനായി ഇന്ന് പകൽ സമയം ഈ വർഷത്തിലെ 7-ാം മാസ ഉപവാസ പ്രാർത്ഥന നമുക്ക് മുമ്പിൽ ദൈവം ഒരുക്കുന്ന സമഭൂമിയാക്കി മാറ്റുവാൻ ദൈവത്തിന് കണ്ണതോന്നിയതിനായി സ്തോത്രം ചെയ്യാം. ദുർഘടങ്ങളെ ദൈവം നിരപ്പാക്കി സമഭൂമിയാക്കിയായി മാറ്റിയതിനായി സ്തോത്രം. ഇരുളിനെ വെളിച്ചമാക്കിയതുപോലെ ദൈവം ഇരുളിനെ വെളിച്ചമാക്കും. അവൻ നമ്മൾ എന്ത് ചെയ്യണമെന്ന് കാണിച്ചു വരാൻ വേണ്ടി നമുക്ക് വെളിച്ചം നൽകും. അതുപോലെ തന്നെ നമുക്ക് മുമ്പിലുള്ള പ്രതിസന്ധികളെ മാറ്റി അതിനെ സമഭൂമിയാക്കി മുമ്പോട്ട് പോകുവാൻ കർത്താവ് വഴി തുറന്നു. അങ്ങനെ അവര് അപ്പുറം കടക്കത്തക്കവണ്ണം ദൈവം വഴി തുറക്കുന്നതാണെന്ന് ഞാനിത് നിങ്ങൾക്കറിയാവുന്നതിനെ കൊണ്ടുപോകാൻ പോകുന്നില്ല. എന്നാൽ അതേ കരം തന്നെ ദൈവം വീര്യം പ്രവർത്തിക്കും. ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി ദൈവത്തിന്റെ കരം വീര്യം പ്രവർത്തിക്കുന്നവരുടെ വിടുതലിന് വേണ്ടിയാണെങ്കിൽ ദൈവത്തിന്റെ അതേ കരം തന്നെ നമ്മെ പിൻപറ്റുന്ന പൈശാച ശക്തികളെ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്നാണ് എൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ 26-ാം വാക്യം പുറപ്പാട് പുസ്തകം 24:26. അപ്പോൾ യഹോവ മോശയോട് വെള്ളം മിസ്രയുടെ മേലും അവരുടെ രഥങ്ങളിലും കുതിരപ്പടയുടെ മേലും മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ കൈ നീട്ടുക എന്ന് കൽപ്പിച്ചു. മോശ കടലിന്മേൽ കൈ നീട്ടി. പുലർച്ചയ്ക്ക് കടൽ അതിന്റെ സ്ഥിതിയിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ദൈവത്തിന്റെ കൈ വീര്യം പ്രവർത്തിക്കും. ദൈവത്തിന്റെ കൈ ഉയർന്നിരിക്കും. ദൈവത്തിന്റെ കൈ നമ്മളോട് അനുകൂലമായി ദൈവം സത്യം ചെയ്ത് സംസാരിക്കും. എന്നാൽ പ്രതികൂലമായിരിക്കുന്നവരോട് ദൈവം കൈ ഉയർത്തി സത്യം ചെയ്യും. അത് അവർക്ക് നാശത്തിന് വേണ്ടിയാണ്. ദൈവത്തിന്റെ കരം വീര്യം പ്രവർത്തിക്കുന്നതാണ്. അത് ദൈവജനത്തിന് വേണ്ടി, ദൈവം അവർക്ക് അനുസരിക്കുന്നവർക്ക് വേണ്ടി വിടുതലായി തീരുവാൻ വേണ്ടി ഏത് ദുർഘടങ്ങളെ നിരപ്പാക്കി അതിനെ വഴിയൊരുക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വീര്യം പ്രവർത്തിക്കുമ്പോൾ അതേ കരം തന്നെ ശക്തിമാന്മാരായിരിക്കുന്ന ബലമുള്ളവരെ ദൈവം ഇല്ലാതാക്കി കളയും. ഇവിടെ ഞാനും നിങ്ങളും ബലഹീനരാണ്, അശക്തരാണ്, കഴിവില്ലാത്തവരാണ്. എന്നാൽ നമുക്ക് ഒരേ ഒരു ബലമുള്ളത്, ഒരേ ഒരു മഹാശക്തി ഉള്ളത് ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന യേശുവിൻ്റെ നാമത്തിലാണ്. അവന്റെ നാമത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ് നാം നിലനിന്ന് പോകുന്നത്. എന്നാൽ മിസ്രൈമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്ക് ഭൗതികമായിരിക്കുന്ന എല്ലാ കഴിവുമുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവര് യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടെന്ന് പറയുമ്പോൾ അവരുടെ ആ യുദ്ധം ഒരിക്കലും അന്ന് അവർ പുറപ്പെട്ട യുദ്ധസന്നദ്ധ പറഞ്ഞാൽ എന്ത് ദൈവം പറയുന്നുവോ അത് കേൾക്കത്തക്കവണ്ണമുള്ള ഒരു സൈന്യമായി ഇസ്രായേൽ ജനം മുൻപോട്ട് പോവുകയാണ്. യുദ്ധസന്നദ്ധരായിട്ട് അവർ പുറപ്പെട്ടത്, അനുസരണമുള്ളവരായിട്ട് ഒരു പട്ടാളം പോലെ അവർ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ കൈക്കരുത്തുള്ള രഥങ്ങളുള്ള ഇസ്രായേലിന് എതിരായിരിക്കുന്ന വൈരിയായിരിക്കുന്ന മിസ്രൈം അവരെ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി പുറകെ വരുമ്പോൾ ഇവരെ ദൈവം അവിടെ മുക്കിക്കളയുവാൻ വേണ്ടി ദൈവം മുന്നമേ കൈ ഉയർത്തി സത്യം ചെയ്തിരുന്നു. നീ ഒരെണ്ണം പോലും ഈ ജീവിതം കാണത്തില്ല, നശിച്ചു പോകുമെന്ന് ദൈവം അവരെ നോക്കി സത്യം ചെയ്തിരുന്നു നിവർത്തിയിരിക്കുകയാണ്. എൻ്റെ 26 വാക്യം കാണുന്നത്. അപ്പോൾ യഹോവ മോശയോട് വെള്ളം മിസ്രൈമിന്റെ മേലും അവരുടെ രഥങ്ങളിന്മേലും കുതിരയുടെ മേലും മടങ്ങി വരേണ്ടതിന് കടലിന്മേൽ കൈ നീട്ടുക എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഈ പറയുന്ന കാര്യം സംഭവിക്കുമ്പോൾ സങ്കീർത്തനത്തിൽ 74-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം കൂടി ഞാൻ വായിക്കാം. ഇങ്ങനെ പറയുന്നത്, നിന്റെ വലം കൈ നീ വലിച്ചു കളയുന്നത് നിന്റെ മടിയിൽ നിന്ന് എടുത്ത് അവരെ മുടിക്കണമേ. അപ്പോൾ ദൈവത്തിന്റെ കരം
അത് നമുക്ക് വേണ്ടി നീട്ടി നമ്മെ വിടിവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം അവൻ്റെ മടിയിൽ നിന്ന് എടുത്ത് നീട്ടുന്നത് ശത്രുവിനില്ലാതാക്കാൻ വേണ്ടി. ഇവിടെ ഭക്തന്മാർ പാടുക, ദൈവമേ വൈരി എത്രത്തോളം നിന്ദിക്കും, ശത്രുവിൻ്റെ നാമത്തെ എന്നേക്കും ദൂഷിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞൊടിയടയ്ക്കുള്ളിൽ വിടുതൽ കണ്ട ഇസ്രായേൽ തലമുറകൾ അവർ പറയുക, പണ്ട് നീ ചെയ്ത പ്രവൃത്തികളൊക്കെ ഞങ്ങൾ ഓർക്കുന്നുണ്ട് കർത്താവേ, നീ എത്ര നിമിഷം കൊണ്ടാണ് നീ വഴി തുറന്നു കൊടുത്തത്. ഇസ്രായേലിന് വേണ്ടി അവർക്ക് വഴി തുറന്നു കൊടുത്തു. അവരെ പിൻപറ്റിയതായിരിക്കുന്ന സൈന്യത്തെ, ശക്തിയെ മോശ കൈ നീട്ടിയപ്പോൾ നിന്റെ ശക്തി വ്യാപരിച്ച് അത് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് വന്നപ്പോൾ മുങ്ങിപ്പോയതാണ്, ഞങ്ങൾ കണ്ടതാണ്. എന്നാൽ ഇവിടെ ചോദിക്കുക, നിന്റെ വലം കൈ നീ വലിച്ചു കളയുന്നത് എന്ത്? നിന്റെ മടിയിൽ നിന്ന് അതെടുത്ത് അവരെ മുടിക്കണമേ. ഇന്ന് പകൽ സമയം ദൈവജനമേ, ഈ ദിവസങ്ങളിൽ സാജനം അവര് പാടി ദൈവത്തോട് പറയുകയാണ്, ദേശത്തെ പള്ളികളെല്ലാം ചുട്ടുകളഞ്ഞു, ഞാൻ അടയാളങ്ങളെ കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആസാഫ് വല്ലാതെ വിഷമിച്ച് അവൻ പാടുമ്പോൾ പറയുക, ദൈവമേ നിന്റെ കരം നീട്ടിയാൽ അത് നിന്റെ മടിയിലിരിക്കുന്ന കരം, ക്രോധത്തിന്റെ കരം നീട്ടിയാൽ അവരെ മുടിച്ചു കളയുമല്ലോ. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ കരം, വീര്യം പ്രവർത്തിക്കുന്ന കരം, അത് നീട്ടിയാൽ അത് രക്ഷയുണ്ട്, വിടുതലുണ്ട്. അവനെ അനുസരിക്കുന്നവർക്ക്, ദൈവത്തിന്റെ വാഗ്ദത്തം ലഭിച്ചവർക്ക് അത് വിടുതലായിത്തീരുമ്പോൾ മറുഭാഗത്ത് എൻ്റെ മടിയിരുന്ന് അതെടുത്ത് അവരെ മുടിക്കണമേ എന്ന് പറയുക. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ദൈവം എന്ത് ചെയ്തു? ആ മോശയുടെ അതേ കരം തന്നെ ആ ചെങ്കടലിന്മേൽ അവൻ വീണ്ടും നീട്ടിയപ്പോൾ, ആ വഴിയായി കടന്നിരുന്ന ആ സ്ഥലത്തേക്ക് അവൻ കൈ നീട്ടിയപ്പോൾ ആ ചെങ്കടൽ പൂർവ്വസ്ഥിതി പ്രായപ്പറ്റിടയാത്തുന്നു. ഇത് കണ്ട് അവ പുറകോട്ട് ഓടുവാൻ ശ്രമിച്ച ഫറവോനും സൈന്യവും അതിൽ മുങ്ങി ചത്തുപോയെങ്കിൽ ദൈവത്തിന്റെ കരം വീര്യം പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ പഴയ നിയമത്തിന്റെ നിരവധി ഭാഗങ്ങൾ എടുത്ത് എനിക്ക് തെളിയിക്കാനുണ്ട്. പല സ്ഥലങ്ങളിലേക്കും നമുക്കതിൻ്റെ ചിന്തകളെ കൊണ്ടുപോകാനുണ്ട്. എന്നാൽ ഞാനതിലേക്ക് പകൽ സമയം കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന്റെ കരം ഘട്ടം ഘട്ടങ്ങളായി ഓരോ സന്ദർഭങ്ങളിലായി ദൈവത്തിന്റെ ജനത്തിന് വേണ്ടി കരം ഉയർത്തി ദൈവം വാഗ്ദത്തം ചെയ്തതും അതുപോലെ തന്നെ ദൈവം തൻ്റെ വീര്യം പ്രവർത്തിച്ചതുമായ കാര്യങ്ങളുടെ ചരിത്ര പട്ടികകളാണ്, സംഭവങ്ങളാണ് നമുക്ക് പഴയ നിയമത്തിൽ ഉടനീളം കാണുവാൻ സാധിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ എന്തായിരിക്കുന്നു ഈ വചനത്തോടുള്ള ബന്ധത്തിലുള്ള ആധികാരികത എന്താണെന്ന് വെളിപ്പെടുത്തി ഞാൻ സന്ദേശം അവസാനിപ്പിക്കാം. 118 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് അത് പ്രാവർത്തികമാകുന്നത് കൂടി വെളിപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം പ്രിയപ്പെട്ടവരെ. കാരണം പഴയ നിയമത്തിൽ എങ്ങനെയാണ് ദൈവം പ്രവർത്തിച്ചെന്നുള്ളതിൻ്റെ സവിസ്തരമായിരിക്കും തെളിവോടുകൂടിയുള്ള ഭാര്യ നമ്മൾ ചിന്തിപ്പാടേണ്ടതുണ്ട്. ഇനി നിരവധി ഭാഗങ്ങൾ നമുക്ക് കാണാൻ, കർത്താവ് കരമുയർത്തി അനുഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ ദൈവം അവരെ നടത്തുകയില്ല, അല്ലെങ്കിൽ അതിന് പ്രതികൂലമായി പറയുന്ന അനുകൂലമായും പ്രതികൂലമായും കൈകൾ ശ്രദ്ധ ചെയ്തതിനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിരവധി സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ദൈവത്തിന്റെ കരം വീര്യം പ്രവർത്തിക്കാൻ വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നമുക്ക് നിരവധി സംഭവങ്ങൾ ദൈവത്തിനടുത്ത് കണക്കാൻ സാധിക്കും. എന്നാൽ യഹോവയുടെ വലം കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നുള്ളത് പുതിയ നിയമത്തിലുള്ള ബന്ധത്തിൽ എന്താകുന്നു എന്നുള്ളത് കൂടി വേഗത്തിൽ ചിന്തിച്ച് ഞാൻ സന്ദേശം അവസാനിപ്പിക്കാം. അതിനായി നമുക്ക് ലൂക്കോസിന്റെ എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 50-ാം വാക്യം ഞാനിവിടെ പ്രാരംഭത്തിൽ വായിക്കാം. ദൈവത്തിന്റെ കരം ഉയർന്നിരിക്കുന്നതാണ്. അനന്തരം അവൻ അവരെ ബേഥ്യാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കുക അവനവരെ വിട്ടുപിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. അവരെ മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്നു. എല്ലായ്പ്പോഴും ദൈവാലയത്തിലിരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പോന്നു. പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ കൈ ഉയർന്നിരിക്കുന്നത്, കൃപയുടെ കാലത്തിൽ ദൈവത്തിന്റെ കൈ ഉയർന്നിരിക്കുന്നത് അനുഗ്രഹിക്കാൻ വേണ്ടി ഉയർത്തപ്പെട്ട കരമാണ്. അപ്പോൾ പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും പ്രതികൂലങ്ങളും, അത് പിതാക്കന്മാരോട് വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ട് അതിനെ അനുകൂലമായിരിക്കുന്ന പ്രതികൂലമായ രീതിയിൽ ദൈവം സത്യം ചെയ്യാറുണ്ട്. അതിലൂടെ അവൻ കൈ ഉയർത്തിയത്, പുതിയ നിയമത്തിൽ കൃപായുഗത്തിൽ യേശു കൈ ഉയർത്തിയത് അത് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്, മനുഷ്യവംശത്തെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് അവൻ കരം ഉയർത്തിയിരിക്കുന്നത്. ആ കരം ഉയർത്തപ്പെട്ടിരിക്കുന്ന കരം അനുഗ്രഹത്തിന്റെ കരമാണ്. അനന്തരം അവൻ അവരെ ബേഥ്യാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. ആ അനുഗ്രഹത്തിന്റെ കരം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കരം കെട്ടപ്പെട്ടതായിരുന്നു, അഥവാ ഈ കരം ക്രൂശിക്കപ്പെട്ടതായിരുന്നു.
യേശുവിൻ്റെ കരം, അവൻ്റെ പ്രവൃത്തി തികയോളം ഒരു മനുഷ്യന് പോലും യേശുവിനെ സ്പർശിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അവൻ്റെ പ്രവൃത്തിയെല്ലാം തികയ്ക്കുവാൻ വേണ്ടി അവൻ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ, സകല പ്രവൃത്തിയും തികഞ്ഞു കഴിഞ്ഞപ്പോൾ, അവൻ തിരുവെഴുത്തുകൾ നിവൃത്തിയായി കഴിഞ്ഞപ്പോഴാണ് തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിലേക്ക് ഫലമേൽപ്പിച്ചു കൊടുത്തപ്പോൾ അവൻ്റെ കരം ക്രൂശന്മേൽ നിർജീവമായി 2 ആണികളിലായിരുന്നു. ഇന്ന് പകൽസമയം ക്രൂശിലേക്ക് നോക്കുവാൻ കഴിയുമെങ്കിൽ, അതെ, നോക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ, മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടിതാവാം ദൈവത്തിൻ്റെ കരം അവിടെ നിർജീവമായി 2 ആണികളിൽ അവൻ അടിക്കപ്പെട്ടവൻ, അവൻ്റെ കരം അവിടെ ചലിക്കാതെ കിടന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മെ പണിതെടുക്കാൻ വേണ്ടിയാ ആ കരം അവിടെ നിശ്ചലമായി കിടന്നത്. നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടിയാ, നമ്മുടെ ശാപം മാറ്റുവാൻ വേണ്ടിയാ, നമുക്ക് പ്രത്യാശ നൽകാൻ വേണ്ടിയാ, നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗീയ രാജ്യം, സ്വർഗീയ കനാൻ പ്രാപിക്കാൻ വേണ്ടിയാ യേശു കരം അവിടെ നമുക്ക് വേണ്ടി തളയ്ക്കപ്പെട്ടത്. 2 ആണികളിൽ അടിക്കപ്പെട്ടവനായി അവന്റെ ശരീരം അരിമത്തിലെ ജോസഫും നിക്കോദോമസും കൂടി ആ ശരീരത്തെ ക്രൂശിൽ നിറക്കി യഹൂദിന്റെ മര്യാദ പ്രകാരം അതിനെ അവർ തുണി കൊണ്ട് വരിഞ്ഞ് മുറുക്കിക്കെട്ടിയപ്പോൾ അവന്റെ കൈകാലുകൾ അവൻ നിശ്ചലമായിരുന്നു, അനങ്ങാതിരുന്നു. ഏകദേശം 39 മണിക്കൂറാണ് ക്രിസ്തുവിന്റെ ശരീരം നിർജീവമായിരുന്നത്. 36 മണിക്കൂറാണ് യേശുവിന്റെ ശരീരം കല്ലറയ്ക്കുള്ളിരിക്കാൻ ഇടയാക്കുന്നത്. 2 രാത്രിയും 1 പകലുമാണ്. അത് ഭൂലോകത്തുള്ള ബന്ധത്തിലുള്ള കണക്കാണ് പറയുന്നത്. അവിടെ നിർജീവമായിരുന്നു. എന്നാൽ 3-ാം ദിവസം ഉയർക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ കരം വീണ്ടും പ്രവർത്തനമായി. അവന്റെ കരമാണ് അനുഗ്രഹിക്കുന്ന കരമായി മാറിയത്. എഴുതിത്തള്ളിയത് തീർന്നുപോയെന്ന്, വീട് പണിയും തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാറ്റിരുവാൻ അവർ ക്രൂശിച്ചു കൊന്നതായ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ആ കരം കൊണ്ടാണ് അവരെ അനുഗ്രഹിച്ചതെങ്കിൽ, ഇന്ന് പകൽസമയം ഞാനും നിങ്ങളുമായിരിക്കുന്നത് ഉയർത്തപ്പെട്ട ക്രിസ്തുവിന്റെ കരത്തിന്റെ കീഴില. അതേ, ശാപം മാറ്റി നമുക്ക് വേണ്ടി ശാപമായി തീർന്നവൻ, നമുക്ക് വേണ്ടി പാപമായി തീർന്നവൻ, നമുക്ക് വേണ്ടി നീതിക്ക് വേണ്ടി നമുക്ക് വേണ്ടി ക്രൂശിന്മേൽ യാഗമായി തീർന്ന ക്രിസ്തുവിന്റെ അവന്റെ ശരീരം ഉയർക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ 40-ാമത്തെ ദിവസം ദൈവമായ കർത്താവ് കഷ്ടം സഹിച്ച 40-ാം ദിവസം വരെ ബേഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി ഒലിവുമലയിൽ വെച്ച് അവരെ കരമുയർത്തി അനുഗ്രഹിച്ച് കടന്നുപോയ ആ കരം ഇന്നും ഉയർന്നിരിക്കുന്നുണ്ട്. യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, അതേ, പിതാക്കന്മാരുടെ ബന്ധത്തിൽ അവൻ കരമുയർത്തി പിതാക്കന്മാരുടെ വാഗ്ദത്ത ദേശത്തെക്കുറിച്ച് പറഞ്ഞെങ്കിൽ, പുതിയ നിയമത്തിൽ ഉയർന്നിരിക്കുന്ന കരം, അവരെ അനുഗ്രഹിച്ച കരം, അത് കൈവെപ്പവകാശത്തോടുകൂടി തുടർന്നു പോയതുകൊണ്ട് യേശു നമുക്ക് തന്നിരിക്കുന്നത് ആ കൈവെപ്പവകാശമാണ്. കർത്താവ് മറ്റൊന്നും ചെയ്തില്ല. അവർക്ക് സിംഹാസനം ഇട്ടുകൊടുത്തില്ല, അവർക്ക് സ്ഥാനമാനങ്ങൾ ഇട്ടുകൊടുത്തില്ല, ഒന്നും ചെയ്തില്ല. അവരെ കൈ ഉയർത്തി അനുഗ്രഹിപ്പാൻ ഇടയാത്തുന്നു. ആ അനുഗ്രഹത്തിന്റെ ശക്തിയാണ് അത് തുടർമാനമായി പിന്തുടർച്ചയായി ദൈവസഭകളിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ കരം ഉയർന്നിരിക്കുന്നത് എവിടെയാണ്? ദൈവസഭയ്ക്ക് വേണ്ടി ഉയർന്നിരിപ്പുണ്ട്. ദൈവമക്കൾക്ക് വേണ്ടി സകല മനുഷ്യർക്കും വേണ്ടി ദൈവത്തിന്റെ കരം ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ അത് വാഗ്ദത്തമാണ്. എന്തിനാണ് കരം ഉയർത്തി അവരെ അനുഗ്രഹിച്ച് മടങ്ങിപ്പോയത്? ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തമാണ്. ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കുമെന്ന്. യേശു പോയിരിക്കുന്ന സ്ഥലത്ത് ഞാനും പോകുമെന്ന്. അവൻ കരമുയർത്തി അനുഗ്രഹം ചെയ്ത് വാഗ്ദത്തം ചെയ്ത് ഉയർത്തി കരേറിപ്പോയെങ്കിൽ അവൻ പോയ സ്ഥലത്തേക്ക്, അവൻ പോയിരിക്കുന്ന സ്ഥലത്തേക്ക് നമുക്കും പോകുവാനുള്ള വാഗ്ദത്തമുണ്ട്. ആ കരമാണ് ഉയർന്നിരിക്കുന്നത്. പഴയ നിയമത്തിൽ പിതാക്കന്മാർക്ക് വേണ്ടി കനാൻ ദേശത്തിന് വേണ്ടിയുള്ള കരമാണ് ഉയർന്നതെങ്കിൽ, ഇന്ന് ഞാനും നിങ്ങളും ആയിരിക്കുന്നത് ഏതെങ്കിലും ഭൗമികമായിരിക്കുന്ന കനാൻ ദേശം കൈവശമാക്കുകയല്ല. നമുക്ക് വേണ്ടി നസേന ഉയർത്തി അവൻ തന്റെ ശിഷ്യഗണങ്ങളെ അനുഗ്രഹിച്ച് അവൻ സ്വർഗാരോഹണം ചെയ്തപ്പോൾ അവിടുന്ന് കടന്നുപോയി വാഗ്ദത്തം പറഞ്ഞു പോയത്, വാഗ്ദത്തം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കെന്ന് പറഞ്ഞ് ദൈവം പറഞ്ഞിരിക്കുന്ന പരിശുദ്ധമായി അയക്കാമെന്നും, ഞാൻ പോയ ശേഷം അഭിഷേകം നൽകാമെന്നും, സഭ പണിയപ്പെടുമെന്നും, അതിനുശേഷമായി ഞാൻ പോയ സ്ഥലത്തേക്ക് നിങ്ങളും വരുമെന്ന് വാഗ്ദത്തം പറഞ്ഞ യേശു പറഞ്ഞ ആ കരമുയർത്തി നമുക്ക് വേണ്ടി അനുഗ്രഹിച്ച് കടന്നു പോയിരിക്കുന്ന അനുഗ്രഹത്തിന്റെ മക്കളായി തീരുവാൻ ഭാഗ്യമുള്ള ദൈവജനമെന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യണം. അതേ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യപദവി മറ്റൊന്നുമല്ല. യേശു കരമുയർത്തി അനുഗ്രഹിച്ച് ഭൂമിയിൽ നിന്ന് അവൻ സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവിടെ അനുഗ്രഹത്തിന്റെ മക്കളായി തീരുവാൻ, നന്മ പ്രാപിക്കുവാൻ വേണ്ടി, സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു സഭയെ പണിതെടുക്കുവാൻ വേണ്ടി അവൻ കരമുയർത്തി
ഉയർത്തിയിരിക്കുന്ന കരത്തിന്റെ ശക്തി നമുക്ക് വേണ്ടി വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് നാം ഈ ദിവസങ്ങളിൽ പ്രാപിക്കുവാൻ വേണ്ടിയാണ് അവന്റെ കരത്തിലേക്ക് നോക്കി യാത്ര ചെയ്യുന്നത്. ക്രിസ്തു ഉയർത്തിയിരിക്കുന്ന കരം അനുഗ്രഹത്തിന്റെ കരമാണ്. അത് നമ്മുടെ മേലുണ്ട്, നമ്മുടെ തലമുറകളുടെ മേലുണ്ട്. അവരെ അനുഗ്രഹിച്ചെങ്കിൽ ആ അനുഗ്രഹം പത്രോസിലൂടെയും ശിഷ്യന്മാരിലൂടെയും കൈവപ്പിലൂടെ അത് ദൈവസഭകൾക്ക് പകർന്നു കിട്ടിയിരിക്കുന്നതാ. ദൈവത്തിന്റെ കരത്തിന്റെ ശക്തിയിൽ നിന്നാണ് ദൈവസഭ നിലനിന്നു പോകുന്നത്. അപ്പോൾ അന്ന് ഉയർത്തപ്പെട്ടത് അനുഗ്രഹത്തിന്റെ കരമായിരുന്നു. അപ്പോൾ പിതാക്കന്മാരുള്ള ബന്ധത്തിൽ അത് അനുകൂലമായും പ്രതികൂലമായും അവർക്ക് കനാൻ ദേശത്തോടുള്ള ബന്ധത്തിൽ വാഗ്ദത്തങ്ങളാ കൊടുത്തെങ്കിൽ പുതിയ നിയമത്തിൽ നമുക്ക് വേണ്ടി ദൈവം കൈ ഉയർത്തി നമ്മളെ അനുഗ്രഹിച്ച് കടന്നു പോയിരിക്കുന്നത് നാം അത് പ്രാപിച്ചെടുക്കാൻ വേണ്ടി നമ്മളെ പ്രാപ്തന്മാരാക്കുമെന്നുള്ള വാഗ്ദത്തം തന്നിട്ടാണ് ദൈവം കടന്നതിന് വേണ്ടി ദൈവത്തിന്റെ ആത്മാവിന് നമുക്ക് നൽകുവാനായിട്ട്. അപ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്ത് നിവർത്തിക്കുവാൻ വിശ്വസ്തന. അപ്പോൾ ദൈവത്തിന്റെ കരം ഉയർന്നിരിക്കുന്നു. 112 സംഗീതത്തിൽ പുതിയ നിയമസമയത്തുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത് പഴയ നിയമത്തോടുള്ള ബന്ധത്തിലും പുതിയ നിയമസമയത്തുള്ള ബന്ധത്തിൽ പൊരുളുമായി നാം ചിന്തിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലാക്കി ഞാൻ അതിനെക്കുറിച്ച് ഇനി ആവർത്തിക്കുന്നില്ല. എന്തിനു വേണ്ടിയാണ് ദൈവത്തിന്റെ കൈ ഉയർന്നിരിക്കുന്നത്? യഹോവയുടെ കരം വലങ്കയം ഉയർന്നിരിക്കുന്നു. അതെ, ഇന്ന് ഞാനും നിങ്ങളും അവന്റെ അനുഗ്രഹത്തിന്റെ കൈക്കീഴിലാണ് ആയിരിക്കുന്നത്. നാം അനുഗ്രഹം പ്രാപിക്കുന്നവരായതുകൊണ്ട് ഇന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യണം. കർത്താവേ, നീ കരമുയർത്തി വാഗ്ദത്തം ചെയ്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് കടന്നു പോയിരിക്കുന്നത് നീ ഇരിക്കുന്നിടത്ത് ഞങ്ങൾക്കും വന്നു ചേരാമെന്നുള്ള വാഗ്ദത്തം തന്നിരിക്കാൻ നമുക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്നത്, ദൈവം നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് അത് ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നിട്ട് ഒരു ചെവി കേട്ടിട്ടില്ല എന്നുള്ള ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് പ്രാപിച്ചെടുക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. സാഹചര്യത്തിന് വേണ്ടി ദൈവം ഒരുക്കി വെച്ചത് നമുക്ക് പ്രാപിപ്പാൻ കഴിഞ്ഞെങ്കിൽ ദിവസങ്ങളിൽ ദൈവസഭയായിരിക്കുന്ന എനിക്ക് നിങ്ങൾക്ക് അത് പ്രാപിക്കാൻ വേണ്ടി ദൈവം കരുതി വെച്ചിരിക്കുന്ന സ്വർഗീയ സിംഹാസനത്തിൽ എത്തുവാൻ വേണ്ടി അവിടെ എത്തിച്ചേരുവാൻ വേണ്ടി നമുക്കത് പ്രാപിച്ചെടുക്കാൻ വേണ്ടി നമ്മളെ പ്രാപ്തന്മാരാക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ വചനവും ദൈവത്തിന്റെ ആത്മാവും ഈ ദിവസം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ ദിവസത്തിൽ പറയണം, അതെ, എന്നോട് വാഗ്ദത്തം ചെയ്ത് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്ന ദൈവത്തിന്റെ കരം അത് അവൻ കാണിച്ചിരിക്കുന്നത്, നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന കരം ഉയർത്തി കാണിച്ചിരിക്കുന്നത് ഞാൻ പോയിരിക്കുന്ന സ്ഥലത്ത് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്താമെന്നുള്ള അതിശ്രേഷ്ഠമേയിരിക്കുന്ന അതിമകത്തായിരിക്കുന്ന വാഗ്ദത്തം അനുഗ്രഹം പ്രാപിച്ച ദൈവജനം വെറുതെ ഇരിക്കാൻ പാടില്ല. ദിവസങ്ങളിൽ സന്തോഷമുള്ളവരായി ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭൗതികമായിരിക്കുന്ന കനാൻ ദേശമല്ല, പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം അബ്രഹാമിന്റെ സന്തതിക്ക് ലഭിച്ചെങ്കിൽ ക്രിസ്തു യേശു കാൽവരിയിലൂടെ അവന്റെ ചുടുരക്തം ചൊരിഞ്ഞ് സമ്പാദിച്ചിരിക്കുന്ന സഭയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന അതിമകത്തായിരിക്കുന്ന അതിശ്രേഷ്ഠമായിരിക്കുന്ന സ്വർഗീയ സിംഹാസനത്തെ ദിവസങ്ങളിൽ ആ മഹാ അനുഗ്രഹത്തെ കണ്ടുകൊണ്ട് വേണം തലകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുവാൻ. അവന്റെ കരമുയർത്തി യഹോവയുടെ കരം ഉയർന്നിരിക്കുന്നു. എന്തിനു വേണ്ടിയ പുതിയ നിയമത്തിൽ കരം ഉയർന്നിരിക്കുന്നത്? അവൻ വാഗ്ദത്തം ചെയ്തത് നിവർത്തിപ്പാനും ശക്തൻ തന്നെയാ. അത് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്ത് ദൈവം നൽകും. ഒരുപക്ഷെ നമ്മുടെ നമുക്ക് ഭൗതികമായിരിക്കുന്ന ചില വിഷയങ്ങൾ ലഭിച്ചില്ലെന്നിരിക്കാം. സാരമില്ല പ്രിയപ്പെട്ടവരെ, അത് സാരമില്ല. നമുക്ക് ഉദ്ദേശിച്ചിരിക്കുന്ന ഒന്നും ലഭിച്ചില്ലെന്നിരിക്കാം, നാം പ്രതീക്ഷിക്കുന്ന ഒന്നും ലഭിച്ചില്ലെങ്കിലും ഇത് നഷ്ടമാക്കി കളയാതിരിക്കുവാൻ ഇന്ന് എത്ര പേർക്ക് തീരുമാനമെടുക്കുവാൻ കഴിയും? കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എത്ര അതിമകത്തായ ശ്രേഷ്ഠമേറിയ പദവിയ. സാഹചര്യത്തിന് വേണ്ടി പാലും തേനും ഒഴുകുന്ന പലസ്തീനായിരുന്നു അവർക്ക് വേണ്ടി കരുതിയെങ്കിൽ, നീ കരമുയർത്തിയതുപോലെ ചിലർ അവർ പിന്മാറിപ്പോയെങ്കിൽ, അവർ നശിച്ചു പോയെങ്കിൽ, ദൈവമേ നീ അവരെ കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞെങ്കിലും നീ വാഗ്ദത്തം ചെയ്തത് അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം അത് നിറവേറ്റി ഐസാജനം ഇന്നൊരു രാഷ്ട്രമായി നിൽക്കുന്നത് പോലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം ഞങ്ങൾ വിശ്വസിക്കുന്നതാ. കർത്താവേ, സഭകളിൽ പ്രശ്നങ്ങളുണ്ട്, ഈ ദിവസങ്ങളിൽ പ്രതിസന്ധികളുണ്ട്, വെല്ലുവിളികളുണ്ട്. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന അടിമനായകൻ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം അതവൻ ഞങ്ങൾക്ക് നൽകും. എത്ര പ്രതിസന്ധികൾ വന്നാലും ഏത് വിഷയം വന്നാലും അവൻ ഇരിക്കുന്നിടത്ത് ഞാനും ഇരിക്കുവാൻ വേണ്ടി ദൈവം എനിക്ക് വേണ്ടി അവൻ വഴി തുറന്ന് അവൻ നമുക്ക് വേണ്ടി ഒരുക്കുവാൻ പോയിരിക്കുന്ന ഭവനം ഒരുക്കുവാൻ വേണ്ടി പോയിരിക്കുന്ന കർത്താവ് പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസത്തോടെ അവൻ നമ്മളെ അനുഗ്രഹിച്ചിരിക്കാൻ അനുഗ്രഹത്തിന്റെ കരുത്ത് ശക്തിയായി വാഗ്ദത്തത്തെ പ്രാപിച്ചവരാകിയാൽ ദിവസങ്ങളിൽ നാം സന്തോഷമുള്ളവരായിട്ട് വേണം ഈ ദിവസങ്ങളിൽ മുന്നേറുവാൻ. അതുകൊണ്ട് നമ്മളെ ഭൗതികമായ വിഷയങ്ങൾ ഉണ്ടാകുന്ന ചില വിഷയങ്ങൾ നിരാശപ്പെടുത്തി കളയാതെ ആത്മീയമായി ഉയരത്തിലേക്ക് നോക്കി നമുക്ക് പറയാം, നമ്മുടെ ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ എൻ്റെ ദൈവം നൽകും. നമ്മുടെ രോഗങ്ങളെ അവൻ സൗഖ്യമാകും, നമ്മൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അതുപോലെ തന്നെ മറ്റൊരു ഭാഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, ദൈവത്തിന് കരം ഉയർന്നിരിക്കുന്നുള്ളത് പഴയ നിയമത്തിൽ നമ്മൾ നിഴലായി കണ്ടു. പുതിയ നിയമത്തിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് ക്രിസ്തു കരം
കരമുയർത്തി നമ്മളെ അനുഗ്രഹിച്ചിരുന്ന കരം ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഈ ദൂത് കേൾക്കുന്ന എല്ലാവരുടെയും തലയ്ക്കുമീതെ യേശുവിന്റെ ആണിപ്പാടുള്ള കരം ഉയർന്നിരിക്കുന്നുണ്ട്. അത് അനുഗ്രഹത്തിന്റെ കരമാണ്. ഈ ദിവസങ്ങളിൽ ശാപത്തിന്റെ വാക്കുകൾ, ശാപത്തിന്റെ ശക്തികൾ, അതായത് ദിവസം നിരാശയുടെ കെട്ടുകൾ, ഈ ദിവസങ്ങളിൽ നമ്മെ അധീനപ്പെടുത്തുവാൻ ശ്രമിക്കുന്ന സകല അന്ധകാരത്തിന്റെ വെളിച്ചങ്ങളെ, അന്ധകാരത്തിന്റെ ശക്തികളെ മാറ്റി അതിനെ വെളിച്ചമാക്കി മാറ്റുവാൻ, ദുർഘടങ്ങളെ നിരപ്പാക്കുവാൻ ദൈവത്തിന്റെ കരം അത് നമുക്ക് മീതെ വാക്തത്വമായി വ്യാപരിക്കുന്ന ഒരു പകൽ സമയമായി ആത്മാവിൽ ദർശിച്ചുകൊണ്ട് പറയണം, എന്റെ മീതെ ഒരു കരമുണ്ട്. അത് ദൈവത്തിന്റെ നാമമാണ്, ശക്തിയാണ്, അത് അനുഗ്രഹത്തിന്റെ കരമാണ്. അതുകൊണ്ട് അതിന് മീതെ ഒരു ശക്തിക്കും പ്രവർത്തിപ്പാൻ കഴിയാത്തത് കൊണ്ട് ആ കരം നമ്മളെ നടത്തുവാൻ ശക്തനാണ്. വാക്ക് പറഞ്ഞവൻ, വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനായി നിവർത്തീകരിക്കാൻ വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ വ്യാപരിക്കുന്ന ദൈവപ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യാം. ഈ ശുശ്രൂഷ മുഖാന്തരമായി, ഉപവാസ പ്രാർത്ഥന മുഖാന്തരമായി ഉള്ളിന്റെ ഉള്ളിൽ ഒരു ധൈര്യമുണ്ടാകുവാൻ ഇടയാറ്റണം. എന്റെ മീതെ പിടിച്ചിരിക്കുന്ന കരം അനുഗ്രഹത്തിന്റെ കരമാ. അവന്റെ കരത്തിന്റെ കീഴിലായതുകൊണ്ട് അവൻ പറഞ്ഞിരിക്കുന്ന സ്ഥലത്ത് വാക്തത്വം പ്രാപിപ്പാൻ വേണ്ടി ആ സ്വർഗീയ മഹിമാസന സന്നിധിയിൽ അവനോടുകൂടി ഇരിക്കാൻ വേണ്ടിയുള്ള വാക്തത്വം, അനുഗ്രഹം എനിക്ക് തന്നിട്ടുണ്ട്. അത് പ്രാപിച്ചെടുക്കാൻ വേണ്ടി എന്നെ പ്രാപ്തനാക്കും, എന്റെ തലമുറയെ പ്രാപ്തനാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പറഞ്ഞുകൊണ്ട് ദിവസം മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കരം എങ്ങനെയാണ് പുതിയ നിയമത്തിൽ അത് പ്രബലപ്പെട്ടിരുന്നത്, എങ്ങനെയാണ് നീട്ടിയിരിക്കുന്നത് കൂടി ഇന്ന് പകൽ സമയം ചിന്തിപ്പാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. അതുകൂടി ചിന്തിച്ച് ഈ സന്ദേശാവസാനം, ഇപ്പൊ നിഴലായിരുന്നത് നാം പഴയ നിയമത്തിൽ കണ്ടെങ്കിൽ പൊരുളായിട്ടുള്ളത് സാക്ഷാൽ ക്രിസ്തുവായവൻ, സാക്ഷാൽ ദൈവമായവൻ, ദൂതന്മാരിറങ്ങി വന്ന് പറഞ്ഞതല്ല, സാക്ഷാൽ വചനമായിരിക്കും ദൈവം ഇറങ്ങി വന്ന് അവൻ തന്നെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഉയർപ്പിന്റെ കരം കൊണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങൾ, പുനരുത്ഥാനത്തിന്റെ ശക്തി, അത് മാറിപ്പോകാത്തതാണ്. നമ്മെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ നമ്മെ ഉയർപ്പിക്കുന്നത് യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാ. ആ ശക്തി നമ്മളിൽ വ്യാപരിക്കുന്നത് കൊണ്ട് നിന്നെ തളർത്തിക്കളയുവാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. നമ്മെ തളർത്തുവാൻ ശ്രമിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽ സമയം ക്രിസ്തുവിന്റെ പുനരുത്ഥാന ശക്തി വരുമ്പോൾ അത് നമ്മളെ ഉയർപ്പിക്കുന്നതാ. താഴ്ചയിൽ ഉയർത്തുന്ന ദൈവത്തിന്റെ ശക്തിയാണ് പുനരുത്ഥാന ശക്തി. പുതിയ നിയമത്തിൽ കാണാൻ സാധിക്കുന്നത് അവർ വലിയ ശാസ്ത്രത്തെ പ്രസംഗിച്ചില്ല. പുതിയ നിയമത്തിന്റെ അപ്പോസ്തലന്മാർ വലിയ ടെക്നോളജി പ്രസംഗിച്ചില്ല. അവർ വലിയ കാര്യങ്ങളെ, ചരിത്രങ്ങളെ പ്രസംഗിച്ചില്ല. അവർ പ്രസംഗിച്ചത് യേശുവിന്റെ പുനരുത്ഥാനത്തിൽ സാക്ഷിയായിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ നമ്മുടെ സന്ദേശത്തിൽ അടങ്ങിയിരിക്കേണ്ട കാതലായ വിഷയം യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ ശക്തിയായിരിക്കണം. അതാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. മരണത്തെ ജയിച്ചുയർന്നേറ്റ ക്രിസ്തുവിന്റെ ആ കരത്തിന്റെ ശക്തി നമ്മുടെ മേൽ ഉണ്ടെന്നുള്ള ആ പുനരുത്ഥാനത്തിനായിരിക്കണം നാം സാക്ഷ്യം പറയേണ്ടത്. ബാക്കിയുള്ളതൊക്കെ ഇവിടെ കൊണ്ട് തീർന്നു പോകുമ്പോൾ ഒരിക്കലും തീർന്നു പോകാത്ത ക്രിസ്തുയേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തി അത് വ്യാപരിപ്പാൻ ഇടയാത്തുന്ന അവന്റെ കരം തൊട്ടവരായി, അവന്റെ കരം തൊട്ട് അനുഭവിച്ചവരായവർക്ക് അവന്റെ കരം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ മുഖാന്തരമായി അസാധാരണമായ പ്രവൃത്തികളെ ചെയ്തെടുക്കുവാൻ ഇടയാത്തുന്നു. യേശു ക്രിസ്തു മുഖാന്തരമായി അവൻ ഭൂമിയിലായിരുന്നപ്പോൾ അവന്റെ കരം വീര്യം പ്രവർത്തിച്ചത് കൂടി ഇന്ന് പകൽ സമയം ഞാൻ വേഗത്തിൽ ചിന്തിക്കാം. ലൂക്കോസ് സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യേശുവിന്റെ കരം വീര്യം പ്രവർത്തിച്ചു. പഴയ നിയമത്തിൽ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കരമാണ് അവിടെ പ്രവർത്തിപ്പാൻ നിരവധി സംഭവങ്ങളുണ്ടെങ്കിലും അതിലേക്ക് ഞാൻ ഇന്ന് പകൽ സമയം പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ കർത്താവിന്റെ കരം വീര്യം പ്രവർത്തിക്കുന്നതാണെന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നിരവധി സംഭവങ്ങളുണ്ട്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം അതിന്റെ 55, 53, 54 വാക്യങ്ങൾ വായിക്കുന്നു. അവൾ മരിച്ചുപോയി എന്നറിയുക കൊണ്ട് അവനെ പരിഹസിച്ചു. എന്നാൽ അവൻ അവളുടെ കൈക്ക് പിടിച്ചു, ബാലേ എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. അവളുടെ ആത്മാവ് മടങ്ങി വന്നു. അവൾ ഉടനെ എഴുന്നേറ്റു. അവൾക്ക് ഭക്ഷണം കൊടുപ്പാൻ അവൻ കൽപ്പിച്ചു. അവിടെ അമ്മയപ്പന്മാർ വിശ്വസിച്ചു. സംഭവിച്ചത് ആരോടും പറയരുതെന്ന് അവൻ അവരോട് കൽപ്പിച്ചു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന കർത്താവിന്റെ കരം വീര്യം പ്രവർത്തിക്കുന്നതാ. അപ്പോൾ അവിടെ പഴയ നിയമത്തിൽ ആ ചെങ്കടലിനെ വിഭാഗിച്ച് സാധനത്തെ കൊണ്ടുപോയതാ കാണാൻ സാധിക്കുന്നെങ്കിൽ സാക്ഷാൽ ദൈവമായവൻ ഭൂമിയിൽ വന്നു കഴിഞ്ഞപ്പോൾ മരിച്ചു കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ കഴിവുള്ളവൻ, ചെങ്കടലിനെ വിഭാഗിക്കുവാൻ വേണമെങ്കിൽ പ്രിയപ്പെട്ടവർ ഇന്നത്തെ ടെക്നോളജികൾക്ക് കഴിയുമായിരിക്കും. ഇവിടുത്തെ പല കാര്യങ്ങൾക്കും വേണമെങ്കിൽ പല അടയാളങ്ങൾ, അത്ഭുതങ്ങളെയും വേണമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കുവാൻ ഇന്നത്തെ കാലത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മുഖാന്തരം സാധിക്കുമായിരിക്കും. എന്നാൽ ഒരു ശക്തിക്കും ചെയ്യാൻ കഴിയാത്ത അവന്റെ വീര്യം പ്രവർത്തിക്കും. അവന്റെ കരം ഉയർന്നിരിക്കുന്നത് നമ്മെ സ്വർഗാസുഖത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയാ. ഇവിടുത്തെ
കഴിവുകൾ കൊണ്ട് ഗ്രഹങ്ങളിൽ പോകുവാൻ കഴിയുമായിരിക്കും, ആ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ പോകുവാൻ കഴിയുമായിരിക്കും, പല സ്ഥലങ്ങളിലും പോയി കൂടുകെട്ടി താമസിക്കാൻ കഴിയുമായിരിക്കും. എന്നാൽ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോ ഒരു ശക്തികൾക്കോ ഒരു തത്വസംഗതികൾക്കോ ഒരു മതങ്ങൾക്കോ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു വഴി നമ്മുടെ കർത്താവ് നമുക്ക് വാക്തത്വമായി അവൻ കൈയുയർത്തി നമുക്ക് അനുഗ്രഹമായി വാക്തത്വം ചെയ്ത് കടന്നു പോയിട്ടുണ്ട്. അത് ഞാനും നിങ്ങളും ഞൊടിയിടയ്ക്കുള്ളിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെന്നുള്ള സ്വർഗീയ പ്രത്യാശയുടെ വാക്തത്വമാണെങ്കിൽ അതിനെ അതുപോലെ ചെയ്തെടുക്കുവാൻ പിശാചേ നിന്റെ സാമ്രാജ്യത്തിനോ നിനക്കോ കഴിയത്തില്ല. ഇന്ന് പകർച്ചമയം ഞങ്ങൾ വിശ്വസിക്കുന്ന യേശു ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വഴി ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ കൂടുകെട്ടുവാൻ വേണ്ടിയല്ല, ഏതെങ്കിലും ഒരു കോണിൽ പോയി അല്ലെങ്കിൽ സമുദ്രത്തിന്റെ ആഴത്തിൽ പോയി താമസിച്ചിട്ട് ഞങ്ങൾ കൈയടക്കിന്ന് പറയുവാനല്ല. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നവൻ കണ്ണിമിക്കുന്നിടയിൽ ഞൊടിയിടയ്ക്കുള്ളിൽ ഞങ്ങളെ കൊണ്ടുപോകാമെന്ന് വാക്തത്വം ചെയ്തിട്ടുണ്ട്. നീ എത്ര പ്രബലമായി ഇവിടെ പിടിച്ചു വെക്കുവാൻ ശ്രമിച്ചാലും ഞങ്ങളൊരു പുനരുത്ഥാനത്തെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ ശക്തി ഞങ്ങളുടെ കർത്താവിനെ ഉയർത്തിയ അതേ ശക്തി ഞങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ കാഹളം ധരിക്കുമ്പോൾ ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി അവിടേക്ക് കൊണ്ടുപോകുവാൻ ശക്തമായ ദൈവത്തിന്റെ ശക്തിയാണ് ഞങ്ങളിൽ വ്യാപരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് ഞങ്ങളെ പിടിച്ചു വെക്കുവാൻ കഴിയത്തില്ല. നിന്റെ തലമുറകൾക്ക് വേണ്ടി, നിന്റെ മക്കൾക്ക് വേണ്ടി നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഭൗതികമായ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ പല സ്ഥലങ്ങളിൽ കൂടുകെട്ടുവാൻ കഴിയുമായിരിക്കും. എന്നാൽ ഞങ്ങളുടെ പ്രപഞ്ചത്തിന്റെ സകലത്തെ സൃഷ്ടിച്ചവനായിരിക്കുന്ന ദൈവം ചെയ്തിരിക്കുന്ന പ്രവൃത്തി പോലെ ചെയ്യുവാൻ നിനക്ക് കഴിയത്തില്ല. യേശുവിന്റെ പ്രവൃത്തി പോലെ, അവന്റെ കരം, അവൻ പറഞ്ഞിരിക്കുന്ന വാക്തത്വം പോലെ, അവൻ ചെയ്തതുപോലെ ആർക്കും ചെയ്യാൻ കഴിയത്തില്ല. അവന്റെ കരം വീര്യം പ്രവർത്തിക്കുന്നതാ. ഇവിടെ മരിച്ചു കിടക്കുന്ന 12 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ്, അവള് മരിച്ചു കിടക്കുക. അത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെട്ടു പോയ കുടുംബം യേശുവിനെ തേടി ഞാൻ അതിന്റെ പശ്ചാത്തലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു, അറിയാവുന്നതുകൊണ്ട് പോകുന്നില്ല. എന്നാൽ ക്രിസ്തുവിന്റെ കരം വീര്യം പ്രവർത്തിക്കുന്നതാണെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു വചനം ഞാൻ ഇവിടെ എടുത്തെന്ന് മാത്രമേ. അവന്റെ കരം എത്രയോ അത്ഭുതം ചെയ്തു, എത്രയോ വീര്യം പ്രവർത്തിച്ചു. ആ പ്രവർത്തിക്കുന്ന കരം ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. അവന്റെ ദാസന്മാരിലൂടെ, ദൈവമക്കളിലൂടെ ഇന്നും വ്യാപരിക്കുന്നുണ്ട്. ഇവിടെ ആ മരിച്ചു കിടക്കുന്ന പെൺകുട്ടിയുടെ അടുത്ത് യേശു കടന്നു എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ സംഭവിച്ചത്, അവർ പറഞ്ഞു ഉറങ്ങണത്ര എന്ന് പറഞ്ഞു. അവർ പരിഹസിച്ച് പറഞ്ഞു, ഇവന് ഇത് മാത്രമേ പറയാനുള്ളൂ. അതെ, ദൈവമക്കൾ പറയുന്നത് കേൾക്കുമ്പോൾ പലർക്കും പരിഹാസം തോന്നും. പ്രിയപ്പെട്ടവർ, എന്നാൽ നമ്മ ആത്മാവിൽ ആ ദൂത് പറയുന്നു. നമ്മുടെ അന്യഭാഷയുടെ ആരാധനയോ നമ്മൾ പറയുന്ന പ്രാർത്ഥനകളോ ഇന്നത്തെ ലോകത്തിന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കത്തില്ല. അവർ പറയും ഇവരെന്തോ പിച്ചും പെയ്യോ പറയുന്നു പറയും. പക്ഷേ യേശു വന്ന് അവരോട് പറഞ്ഞു, ഇവൾ ഉറങ്ങിക്കിടക്കുക, മരിച്ചിട്ടില്ല, ഇവള് ഉറങ്ങുന്നത്ര ഞാൻ ഉണർത്തുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായില്ല. എല്ലാവരും അവളെ ചൊല്ലി കരയുകയും മുറിയിടുകയും ചെയ്യുമ്പോൾ കരയണ്ട, അവൾ മരിച്ചില്ല, ഉറങ്ങുന്നത്രേ എന്ന് അവൻ പറഞ്ഞു. യേശു പറഞ്ഞു, നിങ്ങൾക്ക് മരിച്ചിട്ടുള്ളൂ, പക്ഷേ എനിക്കവൾ മരിച്ചിട്ടില്ല. എല്ലാവരും പറഞ്ഞാട്ടെ, ലോകത്തിനെ മരിച്ചിട്ടുള്ളൂ, പക്ഷേ ദൈവം പറഞ്ഞു എനിക്ക് മരിച്ചിട്ടില്ല ഇവള്. അവർക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചില്ല. യേശു പറഞ്ഞു അവൾ മരിച്ചില്ല, ഉറങ്ങുന്നത്രേ എന്ന് അവൻ പറഞ്ഞു. അവൾ മരിച്ചുപോയി എന്ന് അറിയുക കൊണ്ട് അവനെ പരിഹസിച്ചു. കഥ പറഞ്ഞത്, നിങ്ങൾ കണ്ടിരിക്കുന്ന ജനിക്കുക മരിക്കുക എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുള്ളത്, അത് സ്വാഭാവികമാണ്, നിങ്ങളത് കണ്ടതാ. പക്ഷേ ഞാൻ സൃഷ്ടിച്ചവനാ, എനിക്ക് ഇവൾ മരിച്ചിട്ടില്ല. അതെ, ലോകത്തിന്റെ കണ്ടുപിടുത്തങ്ങൾക്കും ലോകത്തിന്റെ ശാസ്ത്രത്തിനും ലോകത്തിന്റെ അറിവിനും പരിജ്ഞാനത്തിനുമെല്ലാം അതങ്ങനെ തന്നെയാ. എന്നാൽ ദൈവം പറഞ്ഞു ഇവൾ മരിച്ചിട്ടില്ല, എനിക്കിവൾ മരിച്ചിട്ടില്ല. ഇന്ന് പകൽ സമയം ഒരുപക്ഷെ കണക്കെഴുതി കാണും, തീരുമാനമെടുത്ത് കാണും. ലാസറിന്റെ വീട്ടിൽ ചെന്നും പലരും പറഞ്ഞു കാണും തീർന്നെന്ന് പറഞ്ഞതാ, എല്ലാം പറഞ്ഞതാ. ഇവിടെയും കണക്കെഴുതി തീർന്നെന്നുള്ളത്. ആ പള്ളിപ്രമാണി പോയിരിക്കും യേശുവിന്റെ പിന്നാലെ. പക്ഷേ സകലവും തീർന്നു കഴിഞ്ഞിട്ട് ഇനി എന്തിനാ യേശു വരുന്നത് എന്നുള്ള ചോദ്യത്തോടു കൂടി നിൽക്കുന്നവരുടെ മധ്യത്തിൽ യേശു പറഞ്ഞു അവൾ മരിച്ചിട്ടില്ല, അവൾ ഉറങ്ങുക എത്രയെന്ന് പറഞ്ഞു. അതെ, കർത്താവിന്റെ മുമ്പിൽ കഥ പറഞ്ഞു, ഞാൻ മരണത്തെ ജയിക്കുന്നവനാ. എൻ്റെ കരം തൊട്ട് കഴിഞ്ഞാൽ ജീവിക്കാത്ത ഒരു ശക്തിയുമില്ല, ഒരു വ്യക്തിയുമില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു നിങ്ങൾക്ക് ഇവൾ മരിച്ചവളാ, എന്നാൽ എനിക്കിവൾ മരിച്ചിട്ടില്ല. എൻ്റെ കരം വീര്യം പ്രവർത്തിക്കുന്നതാ, എൻ്റെ കരം വീര്യം പ്രവർത്തിക്കുന്നതാ. എൻ്റെ നാമം, എൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വീര്യം പ്രവർത്തിക്കുന്നതാ. യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ വീര്യം പ്രവർത്തിക്കുന്നതാ. അവന്റെ കരത്തിന്റെ ശക്തി സ്പർശിച്ചു കഴിയുമ്പോൾ വീര്യം പ്രവർത്തിക്കുന്നതാ. യേശു അവിടെ അടുക്കൽ ചെന്ന് കൈക്ക് പിടിച്ച് യേശുവിന്റെ കരം അവളുടെ കരത്തിന്മേൽ പിടിച്ചു കഴിഞ്ഞപ്പോൾ, വലം കൈ അതിന്മേൽ ദൈവത്തിന്റെ കരം തൊട്ട് കഴിഞ്ഞപ്പോൾ അവിടേക്ക് ദൈവശക്തി വ്യാപരിപ്പണ്ടേറ്റുന്നു. മരണം കീഴ്പ്പെടുത്തി വെച്ചിരുന്നവളെ ഉണർത്തി എഴുന്നേൽപ്പിക്കുവാൻ ദൈവശക്തി വ്യാപരിച്ചതുപോലെ ദിവസം നിർജീവമായിരിക്കുന്ന ചില അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവത്തിന്റെ കരം സ്പർശിച്ചു കഴിഞ്ഞാൽ അത് ജീവൻ പ്രാപിപ്പാനിടയായി തരും.
അതെ, ലോകത്തിന്റെ അഭിപ്രായത്തിൽ തീർന്നുപോയതാ, എല്ലാം നഷ്ടപ്പെട്ടതാ. എന്നാൽ പകൽ സമയം ദൈവം വാഗ്ദത്തം ചെയ്ത് ദൈവം നൽകും. ദൈവം നമ്മളോട് അള്ളിച്ച് ദൈവം നൽകും. അത് എത്രമാത്രം മറ്റുള്ളവർക്ക് ഒരുപക്ഷെ പരിഹാസമായിരിക്കാം, അത് തീർന്നുപോയെന്ന് വിചാരിക്കാം. എന്നാൽ എൻ്റെ യേശുവിന് ഒന്നും അസാധ്യമല്ല. അവന്റെ കരം വീര്യം പ്രവർത്തിക്കുന്നതാ. യായിറോസിന്റെ വീട്ടിൽ യേശു കടന്നു കഴിഞ്ഞപ്പോൾ അസാധ്യമായിരിക്കുന്ന എല്ലാവരുടെയും കരങ്ങൾ ഇനി അവസാനമായി ഒന്നും മാത്രമേ അവർക്ക് ചെയ്യാൻ കഴിയത്തുള്ളൂ. അവളെ ഒരു കല്ലറയിൽ കൊണ്ട് അടക്കാൻ മാത്രമേ അവർക്ക് അവരുടെ കരങ്ങൾക്ക് അതിനെ കഴിയത്തുള്ളൂ. അവർക്ക് ഇനിയും ഭൗമികമായിട്ട് ചെയ്യാൻ കഴിയുന്നത് അത്ര മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. ലോകത്തിന്റെ എല്ലാ കരങ്ങൾക്ക് അത് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ. എന്നാൽ എൻ്റെ യേശുവിനും അവന്റെ നാമത്തിനും വീര്യം പ്രവർത്തിപ്പാൻ കഴിയും. അവളുടെ കരം പിടിച്ചു കഴിഞ്ഞപ്പോൾ, ബാലേ എഴുന്നേൽക്ക എന്ന് അവളോട് ഉറക്കെ പറഞ്ഞു. അവളുടെ ആത്മാവ് മടങ്ങി വന്നു. അവൾ ഉടനെ എഴുന്നേറ്റു. അവൾക്ക് ഭക്ഷണം കൊടുപ്പാൻ അവൻ കൽപ്പിച്ചു. കഥ പറഞ്ഞു, ഇവൾക്ക് ഭക്ഷണം കൊടുക്കണം. ഇവൾ മരിച്ചിട്ടില്ല. ഇവളെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിന്റെ കരം പ്രവർത്തിപ്പാൻ തന്നു. അന്ന് യഹൂദ ജനത്തിന്റെ വേണ്ടി ദൈവം ചെങ്കടലിനെ വായിക്കാൻ വേണ്ടി മോശയുടെ കരത്തിന്റെ കൂടെ നിന്നെങ്കിൽ, സർവശക്തനായിരിക്കുന്ന ദൈവം തന്നെ, ജീവന്റെ അധികാരിയായിരിക്കുന്ന യേശു ലോകത്തിൽ വന്ന് ഇവളുടെ കരം പിടിച്ച് അവളെ കരം സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ അവളിലേക്ക് ജീവന്റെ ശക്തി അവളിലേക്ക് വ്യാപരിച്ച് അവൾ ജീവൻ പ്രാപിച്ച് എഴുന്നേൽക്കുവാൻ ഇടയാത്തിരുന്നെങ്കിൽ, ഇന്ന് ഈ പകൽ സമയം സന്ദേശം കേൾക്കുമ്പോൾ അവന്റെ വചനത്തെ ശക്തി നമ്മൾ വ്യാപരിച്ചു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഏത് അവസ്ഥകളെയും മാറ്റി ജീവിപ്പിക്കുവാൻ കഴിവുള്ള യേശുവിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ടെന്നുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അവളുടെ ആത്മാവ് മടങ്ങി വന്നു. അവൾ ഉടനെ എഴുന്നേറ്റു. അവൾക്ക് ഭക്ഷണം കൊടുപ്പാൻ അവൻ കൽപ്പിച്ചു. അവളുടെ അമ്മയപ്പന്മാർ വിസ്മയിച്ചു. അവർ വിചാരിച്ചില്ല ഇത് സംഭവിക്കുമെന്നുള്ളത്. മരിച്ചുപോയ അവളുടെ മകളെ മടക്കി കിട്ടുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അമ്മയപ്പന്മാർ വിശ്വസിക്കത്തക്കവണ്ണം, മാതാപിതാക്കൾ വിശ്വസിക്കത്തക്കവണ്ണം തലമുറകളുടെ മേൽ ദൈവം ചില നന്മകൾ ചെയ്യാൻ പോവുക. കരമുയർത്തി എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ഒരിക്കലും സാധിക്കില്ലെന്ന് വിചാരിക്കുന്ന, ഒരുപക്ഷെ നമ്മൾ വിചാരിക്കുന്നത്, നമ്മൾ കരുതി വെച്ചിരിക്കുന്നത് ഇത്രമാത്രമേ ഉള്ളെന്ന ഒരു ജോലി, ഒരു കൂലി, ഒരു ജീവിതമെന്നാണ് നാം കരുതി വെച്ചിരിക്കുന്നെങ്കിൽ, ദൈവം അത്ഭുതം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന് ശക്തി വ്യാപരിച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളും വിസ്മയിക്കുന്ന രീതിയിൽ ദൈവം പ്രവർത്തിക്കാൻ പോകുക. ചില അസാധ്യങ്ങൾ ദൈവം സാധ്യമാക്കുവാൻ പോകുക. ആ വീട്ടിൽ കരഞ്ഞുകൊണ്ടിരുന്ന മാതാപിതാക്കൾക്ക് അവർ വിസ്മയിക്കത്തക്കവണ്ണം അവരുടെ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവർ നോക്കിയപ്പോൾ, മരിച്ചുപോയ ആ പെൺകുട്ടി എഴുന്നേറ്റ് നിന്നപ്പോൾ യേശു പറഞ്ഞവർക്ക് ആഹാരം കൊടുക്കണമെന്ന്. അങ്ങനെയാണെങ്കിൽ എന്റെ നസനായിരിക്കുന്ന യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവന്റെ ശക്തിയല്ലേ നമ്മുടെ ഇടയിൽ വ്യാപരിക്കുന്നത്, അവനല്ലേ നമ്മളോട് സംസാരിക്കുന്നത്, അവന്റെ കരമല്ലേ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്, അവന്റെ കരമല്ലേ വീര്യം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ നീ തളർന്നു പോകുന്നത്? അന്ന് വ്യാപരിച്ച അതേ കരം ഇന്നും വ്യാപരിക്കുന്നുണ്ട്. മക്കളുടെ ഭാവി കണ്ടുകൊണ്ട് ദിവസങ്ങൾ വിസ്മയിക്കത്തക്കവണ്ണം ദൈവാത്മാവ് വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നതിനായി ആത്മാവിൽ ദൂത് പറയുക. ദിവസങ്ങൾ മക്കളെക്കുറിച്ച്, തലമുറകളെക്കുറിച്ച് ഭാരപ്പെടുന്ന ജീവിതമേ, ദിവസങ്ങൾ ദൈവാത്മാവ് പറയുക. വിസ്മയിക്കത്തക്കവണ്ണം ദൈവാത്മാവ് കാര്യങ്ങളെ ചെയ്തെടുക്കാൻ പോകുക. ഇതെങ്ങനെ സംഭവിച്ചു, ഞങ്ങളുടെ ശാസ്ത്രം എന്ന് പറയത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് ക്രിയകൾ ചെയ്യുവാൻ അവന്റെ കരം വീര്യം പ്രവർത്തിക്കുന്നതിനായി, തലമുറകളുടെ മേൽ പ്രവർത്തിക്കുന്നതിനായി ഇന്ന് പകൽ സമയം ഉപവാസ പ്രാർത്ഥന ഞാൻ ദൈവത്തിന് നന്ദി കരയേറ്റുക, കോടാനുകൂടി സ്തോത്രം കരയേറ്റുക. അവളുടെ അമ്മയപ്പന്മാർ വിസ്മയിച്ചു. വിസ്മയിച്ചു. ഈ പുനരുത്ഥാനങ്ങളുടെ ആദ്യം വിസ്മയിച്ചത് അവൾക്ക് മനസ്സിലായി. നിർച്ചയവുമായി കിടന്ന അവളുടെ മകൾ, ആത്മാവ് നഷ്ടപ്പെട്ടു പോയ, ആത്മാവ് വേർപെട്ടുപോയ ശരീരം നോക്കി നിന്നപ്പോൾ കരം തണുത്തുപോയതാ. അവൾ തൊട്ടു നോക്കിയപ്പോൾ തണുത്തതാണ്. പക്ഷേ യേശുവിന്റെ ജീവന്റെ ചൂടുള്ള കരം തൊട്ട് കഴിഞ്ഞപ്പോൾ അത് ജീവൻ പ്രായിപ്പാൻ, ചൂട് പ്രായിപ്പാൻ. മനുഷ്യന്റെ ടെമ്പറേച്ചർ ഏകദേശം 37 ഡിഗ്രി സെന്റിഗ്രേഡാണ്. ഏകദേശം എനിക്കറിയത്തില്ല, കൃത്യമാണെന്ന് അറിയത്തില്ല. ആ ടെമ്പറേച്ചർക്ക് അവളെ കൊണ്ട് തണുത്ത് വയസ്സായി തീർന്ന അവളുടെ ശരീരത്തിലേക്ക് ക്രിസ്തുവിന്റെ ജീവന്റെ കരം തൊട്ട് കഴിഞ്ഞപ്പോൾ, അവളിൽ ജീവൻ വ്യാപരിച്ചു കഴിഞ്ഞപ്പോൾ അവർ അതിശയിപ്പാൻ, വിസ്മയിപ്പാൻ ഇടയാത്തീർന്നു. ഇതുവരെയും മരിച്ച് നിർജീവമായി കിടന്ന ഐസ് പോലെ തീർന്ന ആ ശരീരം അത് ജീവൻ പ്രാപിച്ച് എഴുന്നേൽക്കോടെ ജീവന്റെ ശക്തി, ജീവന്റെ ചൂട് വ്യാപരിപ്പാൻ ഇടയാ. എൻ്റെ യേശുവിന്റെ കരം തൊട്ട് കഴിഞ്ഞാൽ ദിവസങ്ങളിൽ ചിലതിനെ ജീവിപ്പിക്കുവാൻ, അതിനെ ചിലതിനെ ഉണർത്തിയെടുക്കുവാൻ, ജീവൻ ചൂട് വെപ്പിക്കുവാൻ ദൈവത്തിന്റെ കരത്തിന്റെ ശക്തി വ്യാപരിക്കും. ഇന്ന് പകൽ സമയം അത് വ്യാപരിക്കുന്നുണ്ട്. അത് വിസ്മയിക്കത്തക്കവണ്ണം, തലമുറകളുടെ ഭാവി കണ്ട് വിസ്മയിക്കത്തക്കവണ്ണം ദൈവാത്മാവ് വൻ കാര്യങ്ങളെ ചെയ്യുമെന്ന് 2025 7-ാം മാസം 31-ാം തീയതി എഴുത്തല്ലേ വിഷയങ്ങളുമേൽ ഇനി ഇതിനപ്പുറമായിട്ടൊന്നുമില്ല ചില പരിമിതികളും കണക്കും
ചട്ടക്കൂട്ടുകൾ മാത്രം നോക്കിയിരിക്കുന്ന ജീവിതമേ, വിസ്മയിക്കത്തക്കവണ്ണം ദൈവാത്ഭുതം ചെയ്യുവാൻ വേണ്ടി, ദൈവാത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടി നിന്റെ വീട്ടിൽ വന്നിരിക്കുന്നത്, എന്റെയും നിങ്ങളുടെയും വീട്ടിൽ യേശു വന്നിരിക്കുന്നത് നാം പോലും വിസ്മയിക്കത്തക്കവണ്ണം തലമുറയ്ക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ വേണ്ടിയാ. ഞാൻ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാൻ പോകുകയും ഒരുപക്ഷെ ഇതുവരെയും ഞാൻ നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന അപ്പുറമായി ദൈവം ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിൽ ദൈവം തലമുറകളെ ഉയർത്തുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. ജോസഫിന്റെ മഹാത്മ്യം കണ്ടുകൊണ്ട് യാക്കോബ് സന്തോഷിച്ചതുപോലെ ദിവസങ്ങളിൽ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യുവാനിടയാത്തും ദൈവസ്ഥിതികളെ മാറ്റാൻ പോവുക. യാക്കോബ് സന്തോഷിക്കുന്നത്, അവൻ സന്തോഷിച്ചു, യാക്കോബ് എന്നാ സന്തോഷിച്ചത് അവന്റെ കണ്ണുനീർ മാറിയതെന്നാണ് മിസ്രൈമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ. യോസഫിന്റെ ജീവിതവും അവന്റെ അധികാരവും പദവിയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ സന്തോഷിച്ചു, അവന്റെ സ്ഥിതി മാറ്റുവാൻ എത്തുന്നെങ്കിൽ ദിവസങ്ങൾ സ്ഥിതികളെ മാറ്റുന്ന ദൈവാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഈ കുടുംബത്തിന്റെ മരണത്തിന്റെ അവസ്ഥയിൽ നിന്ന്, തണുത്ത അവസ്ഥയിൽ നിന്ന്, നിരാശയുടെ കണ്ണീരിന്റെ അവസ്ഥയിൽ നിന്ന്, നഷ്ടപ്പെടലിന്റെ ശൂന്യമായതിന്റെ അവസ്ഥയിൽ നിന്ന് ജീവൻ കൊടുത്ത് വെളിയിൽ കൊണ്ടുവരുവാൻ എൻ്റെ കരത്തിന്റെ ശക്തി വ്യാപരിച്ചെങ്കിൽ ഇന്ന് പകൽ സമയം സന്ദേശം കേൾക്കുന്ന പ്രിയപ്പെട്ട ജീവിതത്തിന്മേൽ മരിച്ചിരിക്കുന്ന അവസ്ഥകളുമേൽ ജീവൻ പകരുവാൻ ദൈവത്തിന്റെ കരം ശക്തിയോടെ 118 സങ്കീർത്തനം പറയുന്നത് ദൈവത്തിന്റെ കരം ഉയർന്നിരിക്കുന്നു. ദൈവത്തിന്റെ കരം വീരം പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഇന്ന് പകൽ സമയം ആത്മാവിൽ ഞാൻ ദൂതറിയിക്കുന്നത്. അപ്പോൾ അതേ കരത്തിന്റെ ശക്തി അനുഗ്രഹിച്ചു പോയിരിക്കുന്ന ദൈവഭക്തന്മാർ അവരുടെ ജീവിതത്തിലും പ്രാവർത്തിക നിയമസഭയുടെ വരുമ്പോൾ അത് ഇന്നും വ്യാപരിപ്പാൻ ശക്തമുള്ളതാ. പക്ഷേ ദിവസങ്ങളിൽ അത് വ്യാപരിക്കേണ്ട പോലെ വ്യാപരിക്കും. അതിലെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് കൂടി വ്യക്തി വന്നിട്ട് നമുക്ക് സന്ദേശം അവസാനിക്കും. 4-ാമത്തെ അതിന്റെ 30-ാം വാക്യം, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധാസനായ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി എന്നാ പറഞ്ഞത്. അപ്പോൾ ഇവിടെ പറയുക, സൗഖ്യമാക്കുവാൻ നിന്റെ കരം വ്യാപരിക്കുന്നുണ്ട്, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും. അതായത് 3-ാം അധ്യായത്തിൽ കാണുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തുവിന്റെ അനുഗ്രഹത്തിന്റെ ശക്തി പ്രാപിച്ച ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ച ജീവനുള്ള പത്രോസും യോഹന്നാനും കൂടി 3-ാം അധ്യായത്തിൽ 9-ാം മണി നേരത്തെ പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. അവനെ ദേവാലയത്തിൽ ചെല്ലുമ്പോൾ ജില്ലനോട് ഭിക്ഷയാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൽ ദിനം പ്രയോഗിക്കുമാറുണ്ട്. അവൻ പത്രോസും യോഹന്നാനും ദൈവാലയത്തിൽ കടപ്പാൻ പോകുന്ന കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. പത്രോസ് യോഹന്നാനോട് അവനെ ഉറ്റുനോക്കി, ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലം കൈക്ക് പിടിച്ചു. അതെ, ദൈവത്തിന്റെ കരം വീര്യം, അവന്റെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നതാണ്. അവന്റെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്ന വലം കൈയാ. ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിച്ച ഉയർക്കപ്പെട്ട ക്രിസ്തുവിന് അനുഗ്രഹം പ്രാപിച്ച, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച പത്രോസും യോഹന്നാനും കൂടി ആ ദൈവത്തിന്റെ ആലയത്തിന്റെ സുന്ദരമെന്ന ആ സ്ഥലത്തേക്ക് ഗോപുരത്തിൽ എത്തിയപ്പോൾ, ദേവാലയ ഗോപുരത്തിൽ എത്തിയപ്പോൾ അവിടെ സുന്ദരമല്ലാത്തൊരു വ്യക്തി ഉണ്ടായിരുന്നു. പേര് വളരെ സുന്ദരമായിരുന്നു, പക്ഷേ അവിടെ സുന്ദരമില്ലാതെ പിറവിയിൽ തന്നെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് മുടന്തനായി ജനിച്ചൊരുത്തൻ അവിടെ നിന്ന് കൈനീട്ടിക്കൊണ്ടിരിക്കുകയാണ്. സുന്ദരമല്ലാത്ത അവസ്ഥയിലിരിക്കുന്ന അവനെ കണ്ടപ്പോൾ അവനെ സുന്ദരമാക്കി മാറ്റുവാൻ, പേര് പോലെ സുന്ദരമാക്കി മാറ്റുവാൻ ഒരുവന്റെ കരം അവിടെ വ്യാപരിച്ചെന്ന് മനുഷ്യനെ ഒതുക്കിക്കൂട്ടി അവനെ രോഗിയാക്കി, അവനെ പിടിച്ചുകെട്ടി വെച്ചിരിക്കുന്ന, വിരൂപമാക്കി വെച്ചിരിക്കുന്ന അവന്റെ മേൽ ആ ദൈവത്തിന്റെ ശിഷ്യന്മാരുടെ അപ്പോസ്തലന്മാരുടെ കരം സ്പർശിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ് അവനെ പിടിച്ച് വലങ്കൈക്ക് പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണി മുറച്ചവൻ കുതിച്ചെഴുന്നേറ്റു. അങ്ങനെയാണെങ്കിൽ ക്രിസ്തുവിന്റെ കരത്തിന്റെ അതേ ശക്തി ദൈവത്തിന്റെ ദാസന്മാരുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ നാം കരം വെച്ച് ദൈവനാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാക്കും, ഭൂതങ്ങൾ വിട്ടുപോകും, മരിച്ചു ഉയർക്കും. ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ നടത്തിയെടുക്കുവാൻ ദൈവത്തിന്റെ പ്രവൃത്തി തീർന്നു പോയിട്ടില്ല, അതിന്നും വ്യാപരിക്കുന്നത് കൊണ്ട് അതെ അവർ വലങ്കൈക്ക് പിടിച്ച് ഈ കർത്താവ് ചെയ്യുന്ന ശുശ്രൂഷകൾ കണ്ടിട്ടുള്ള ശിഷ്യന്മാർക്ക് മനസ്സിലായി. മരിച്ചു കിടക്കുന്ന യായിറോസിന്റെ മകളുടെ കരത്തെ യേശു പിടിച്ചപ്പോൾ അവൾ എഴുന്നേറ്റെങ്കിൽ വിശ്വാസത്താൽ പകൽ സമയം നമുക്കും പറയാം,
അതേ, വിശ്വാസത്താൽ ദിവസങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കും. ദൈവത്തിന്റെ കരം വീണ്ടും പ്രവർത്തിക്കും. ദൈവത്തിന്റെ കരം ഉയർന്നിരിക്കും. അത് തലമുറകളുടെ മേൽ, നമ്മുടെ മേൽ അത് അഭിഷേകമായി, അനുഗ്രഹമായി, വാക്തത്വമായി നിലകൊള്ളും. അതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ അത് വീര്യം പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഇവര് വലങ്കൈ പിടിച്ചപ്പോൾ അവനിലുണ്ടായിരുന്ന ആ വിരിവുമായിരിക്കുന്ന അവസ്ഥകൾക്ക് മാറ്റം വന്നെന്ന്. പിറവിയിലെ ഗർഭം മുതൽ മുടന്തനായി ജനിച്ചു വീണ, നമുക്കറിയാമല്ലോ, വിരൂപമായിരിക്കുന്നവൻ സുന്ദരമെന്ന ഗോപുരത്തിന്റെ അടുക്കലിരിക്കുക. ആ വിരൂപയായിരിക്കുന്നവന്റെ മേൽ ദൈവത്തിന്റെ പുനരുത്ഥാനത്തിൽ ശക്തിയുള്ള ദൈവത്തിന്റെ ദാസന്മാർ അവന്റെ കരം പിടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എവിടെയെല്ലാമായിരുന്നു മുടന്നുണ്ടായിരുന്നത്, ബലഹീനമായിരുന്നത്, വിരൂപമായിരുന്നത്, അത് മാറ്റി അവനെ നിവർത്തുവാൻ വേണ്ടി ശക്തിയോടെ വ്യാപരിച്ച ദൈവകൃപയുടെ ശക്തി ഇന്നും വ്യാപരിക്കുന്നുണ്ട്. എന്റെ കർത്താവിന്റെ കരം വീര്യം പ്രവർത്തിക്കുന്നതാണ്. അത് അത്ഭുതകരമായ രീതിയിൽ വീര്യം പ്രവർത്തിക്കുന്നതാണെന്നുള്ളത് അവിടെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടയാത്തിയപ്പോൾ അവന്റെ കാലും നാരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദൈവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ട് ഇവൻ സുന്ദരമെന്ന ദൈവാലയത്തിൽ ഗോപുരത്തിൽ ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നവൻ എന്നറിഞ്ഞു. അവൻ സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. അതെ, കർത്താവിന്റെ ആത്മാവ് പ്രവർത്തിച്ചു കഴിയുമ്പോൾ അവിടെ വിസ്മയവും അവിടെ പരിഭ്രമവും ഉണ്ടാകും. ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അവിടെ വിസ്മയം ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പുതിയ നിമിത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അത് പ്രത്യക്ഷമായി ദൈവശക്തി വ്യാപരിച്ചു. ഞാനും നിങ്ങളും വിരുവമായിരുന്നു. അതേ, ജന്മം മുതൽ പാപത്തിന്റെ പിടിയിലായിരുന്നു, മുടന്തുള്ളവരായിരുന്നു, നടക്കാൻ കഴിയത്തില്ല, നടന്ന് സ്തുതിക്കാൻ കഴിയത്തില്ല. അതായത് നമ്മുടെ കൈകാലുകൾക്കൊന്നും കുഴപ്പമില്ലായിരുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, നാം എല്ലാം പാപത്തിന്റെ ആ ഫലമായി ഗർഭം മുതൽ പാപികളായിരുന്നു. നമുക്കൊന്ന് ചലിക്കുവാൻ കഴിയാത്തവരായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ നമ്മുടെ മുടന്തകളെ മാറ്റിയല്ലോ. അതുപോലെ തന്നെ ഭൗതികമായി രോഗാവസ്ഥയിലായിരിക്കുന്ന ജീവിതങ്ങളെ വിടിവിക്കുവാൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവശക്തന അവരവിടെ വിടിവിക്കുവാൻ ഇടയാത്തതെങ്കിൽ എത്ര മഹത്തരമാണ് കർത്താവിന്റെ കരം പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അത് എത്ര പ്രസംഗിച്ചാലും തീരാത്ത ഒരു സന്ദേശമാണ്. എന്നാൽ ഇന്ന് പകർച്ചം ഞാൻ ഇവിടെ ഇതിന് വിരാമം ഇടുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ഒരു ഭാഗം കൂടി വായിച്ച് നിർത്താൻ ആഗ്രഹിക്കുക. ഇനി നിങ്ങൾക്ക് ഈ വിഷയം എടുത്ത് ദൈവത്തിന്റെ കരം വീര്യം പ്രവർത്തിക്കുന്നുള്ളത് വേദപുസ്തകത്തിന്റെ എല്ലാ വചനം കൂടി പോകുമ്പോൾ അവന്റെ കരമാണ് വീര്യം പ്രവർത്തിക്കുന്നത്. ഇന്നും ആ കരം പ്രവർത്തിക്കുക. ഇസ്രായേൽ ജനം, യഹൂദന്മാർ വിചാരിച്ചു ഇനി ഇവൻ പ്രവർത്തിക്കരുതെന്ന്. റോമൻ സാമ്രാജ്യത്വം വിചാരിച്ചു ഇവനെ അടക്കണമെന്ന്, മുദ്രവെക്കണമെന്ന്. പക്ഷേ സ്വർഗം തീരുമാനിച്ചു അവന്റെ കരം എന്നും പ്രവർത്തിക്കുക തന്നെ ചെയ്യും. എന്റെ കർത്താവിന്റെ കരം വീര്യം പ്രവർത്തിക്കുന്നതാ. അതിനെ ഒതുക്കുവാൻ ആർക്കും കഴിയത്തില്ല. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സഭയോടുള്ള ബന്ധത്തിലും അവന്റെ ശക്തി ദിവസങ്ങളിൽ അതിന്റെ ശക്തിയോടെ വ്യാപരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുമെന്നുള്ളത് നമുക്ക് ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ പകരുന്നതാണ്. അതെ, കർത്താവ് വലിയവ ചെയ്യുവാൻ വിശ്വസ്തൻ തന്നെയാണ്. 109 സങ്കീർത്തനം 27-31 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ഞാൻ ഇന്നത്തെ സന്ദേശത്തിന് വിരാമം കുറിക്കാം. 109 സങ്കീർത്തനം അതിൻ്റെ 27 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാതെ വേഗത്തിൽ സന്ദേശം അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇങ്ങനെ, യഹോവേ, ഇത് നിന്റെ കൈയെന്നും നീ ഇത് ചെയ്തുവെന്നും അവർ അറിയേണ്ടതിന് തന്നെ. അതാണ് മുകളിലേക്ക് നോക്കുമ്പോൾ അതെ, സഹായമില്ലാതെ എതിരാളികൾ വല്ലാതെ പ്രവർത്തിക്കും, വിരോധമായ ദോഷം പറയുകയും വല്ലാതെ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ, അതെ, വലിയ ഒരു പ്രതിസന്ധിയിൽ ഇവിടെ ഭക്തൻ പ്രാർത്ഥിക്കുക, ദാവീദ് പ്രാർത്ഥിക്കുക, യഹോവേ, ഇത് നിന്റെ കൈയെന്നും നീ ഇത് ചെയ്തുവെന്നും അവർ അറിയേണ്ടതിന് തന്നെ. എല്ലാവരും പറഞ്ഞാട്ടെ, ഇരിക്കുന്ന സ്ഥലങ്ങളിൽ പറഞ്ഞാട്ടെ, ദൈവമേ, ഈ ദിവസങ്ങളിൽ നീ എനിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ദൈവത്തിന്റെ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യാം. ചിലർ അറിയാൻ പോകുക, നിന്നെ നിന്ദിച്ച, പരിഹസിച്ച, അത് തള്ളിക്കളഞ്ഞ സ്ഥലങ്ങളിൽ ദൈവാത്മാവ് ഇടപെട്ട ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുവെന്നും, അത് യഹോവേ, ഇത് നിന്റെ കൈയെന്നും, അത് സാക്ഷ്യം പറയുവാൻ വേണ്ടി എവിടെയാണോ ദീർഘനാളുകൾ നിന്നെ അനുഭവിച്ചത്, ഭാരപ്പെട്ടത്, നീ തലകുനിച്ചു പോയത്, നീ പതറിപ്പോയത്, നീ എന്ത് ചെയ്യുന്നത് തകർന്നു പോയ സ്ഥലങ്ങളിൽ ദൈവം നമ്മുടെ
തലയുയർത്തി നിർത്തി ദിവസങ്ങൾ അനേകരുടെ മുമ്പിൽ വെളിപ്പെടുത്താൻ പോകുന്ന ദൈവപ്രവർത്തിക്കായി സ്തോത്രം ചെയ്യാം. യഹോവേ, ഇത് നിന്റെ കൈയെന്നും നീ ഇത് ചെയ്തുവെന്നും അവർ അറിയേണ്ടതിന് തന്നെ. അതെ എൻ്റെ കർത്താവേ, ദേശത്ത് ഞങ്ങളെ നിർത്തിയിരിക്കുന്നത് നിന്റെ കൈയുടെ പ്രവൃത്തിയാണ്. യഹോവേ, ഇത് നിന്റെ കൈയാണ്, നിന്റെ പ്രവൃത്തിയാണ്. നീ വീര്യം പ്രവർത്തിച്ചത് കൊണ്ടാണ് ഞാനിന്ന് നിലനിൽക്കുന്നത്. അതെ, നിന്റെ വീര്യപ്രവൃത്തി എത്ര വലുതാണ്. ഞാൻ എത്രമാത്രം ദുഃഖിച്ച് നടന്നവനാ, എത്രമാത്രം ഭാരപ്പെട്ട് നടന്നവനാ. എല്ലാം തീർന്നെന്ന് വിചാരിച്ചതാ, എന്നാൽ ഇന്ന് വരെയും ആ തീർന്നു പോയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉപവാസം കൊണ്ട് എൻ്റെ മുട്ടുകൾ വിറയ്ക്കുന്നെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മുഴങ്കാലുകൾ ഉപവാസം കൊണ്ട് വിറയ്ക്കുന്നു, എൻ്റെ ദേഹം പുഷ്ടി വിട്ട് ക്ഷയിച്ചിരിക്കുന്നു. 109 സങ്കീർത്തനം 24 വാക്യം. എൻ്റെ മുഴങ്കാലുകൾ ഉപവാസം കൊണ്ട് വിറയ്ക്കുന്നു, എന്റെ ദേഹം പുഷ്ടി വിട്ട് ക്ഷയിച്ചിരിക്കുന്നു. ഉപവസിച്ച് പ്രാർത്ഥിച്ച് മുഴങ്കാലുകൾ വിറയ്ക്കത്തക്കവണ്ണം ദിവസങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളെ ദൈവം അതിശയമാക്കി തീർക്കുവാൻ പോകുകയാണ്. അനുഭവമുള്ളവർക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതെ, അനുഭവമുള്ളവർ മാത്രം കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ മതി. അതെ, എന്റെ മുഴങ്കാലുകൾ ഉപവാസം കൊണ്ട് വിറയ്ക്കുന്നു, എന്റെ ദേഹം പുഷ്ടി വെച്ച് ക്ഷയിച്ചിരിക്കുന്നു. ദൈവത്തിൽ ഉപവസിച്ച് വരങ്കാലുകൾ മുറച്ചിട്ടുള്ളവരെ, നിന്നെ വിറപ്പിക്കുവാൻ നോക്കുന്ന സകല ശക്തികളും നിനക്ക് കീഴടങ്ങിയിരിക്കുകയാ. ഓ ഹീബ ഷബാല നിരാലബ ശംബബാലബാല. ഉപവാസം കൊണ്ട് എന്റെ മുഴങ്കാലുകൾ വിറയ്ക്കുന്നു, എന്റെ ദേഹം പുഷ്ടി വിട്ട് ക്ഷയിച്ചിരിക്കുന്നു. ഇന്നലെ ഇട്ട പാൻറ് എനിക്കിടാൻ കഴിയത്തില്ലെങ്കിൽ, നിന്റെ വസ്ത്രം ലൂസായി പോയെങ്കിൽ, ഉപവാസം കൊണ്ട് ക്ഷീണിച്ചു പോയെങ്കിൽ ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ കരം വീര്യം പ്രവർത്തിക്കാൻ പോവുകയാണ്. ഞാൻ അധികം ദീർഘിപ്പിക്കേണ്ട ആവശ്യമില്ല. അനുഭവമുള്ള എല്ലാവരും കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്ത് ഉപവാസ പ്രാർത്ഥനയിൽ ദൈവാത്ഭുതം ചെയ്യാൻ പോകുകയാണ്. അതിശയം പ്രവർത്തിക്കാൻ പോകുകയാണ്. ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത നന്മകൾ, വിസ്മയത്തിന്റെ പ്രവൃത്തിയിൽ നിയമിച്ചെടുക്കാൻ പോകുകയാണ്. വിറയ്ക്കുന്ന ഉപവസിക്കാൻ കഴിയത്തില്ലെങ്കിൽ ഉപവസിക്കും. കാരണം നമുക്കറിയാം അതിലാണ് നമ്മുടെ വിജയമെന്ന്. അതേ, ശരീരത്തിന് ക്ഷീണമുണ്ടെങ്കിലും നാം തലമുറകൾക്ക് വേണ്ടി ഉപവസിക്കും. ശരീരം ക്ഷീണിച്ചാലും നാം ഉപവസിക്കും, നമുക്ക് വേണ്ടി ഉപവസിക്കും. കാരണം ഈ പ്രതിസന്ധി വെളിയിൽ വന്നേ മതിയാകുകയുള്ളൂ. ഒരു കരമേൽ ദൈവത്തിന് അനുഭവമുള്ള ജീവിതങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മുഴങ്കാലുകൾ ഉപവാസം കൊണ്ട് വിറയ്ക്കുന്നു, എൻ്റെ ദേഹം പുഷ്ടി വിട്ട് ക്ഷയിച്ചിരിക്കുന്നു. ഞാൻ അവർക്കൊരു നിന്ദയായി തീർന്നിരിക്കുന്നു. എന്നെ കാണുമ്പോൾ അവർ തല കുലുക്കുന്നു. എൻ്റെ ദൈവമായ യഹോവേ, എന്നെ സഹായിക്കണമേ. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ രക്ഷിക്കണമേ. ഒരു പ്രാർത്ഥനയാണ്. ഭക്തൻ പ്രാർത്ഥിക്കുക. എന്തിനാണ് നമ്മൾ ഉപവസിക്കുന്നത്? ചില ചോദിക്കും, എന്തിനാ ഉപവസിക്കുന്നത്? അതെ, ഈ വിഷയങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകണം. ഞാൻ നിങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികൾക്കെല്ലാം വിടുതലുണ്ടാകുവാൻ വേണ്ടിയാ ഉപവാസ പ്രാർത്ഥന. ദൈവസഭയ്ക്ക് ഉപവാസ പ്രാർത്ഥനയുണ്ട്. അത് ജയമാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കാര്യമെന്ന് പ്രവർത്തിക്കുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, യഹോവേ, ഇത് നിന്റെ കൈ എന്നും നീ ഇത് ചെയ്തുവെന്നും അറിയേണ്ടതിന് തന്നെ. അവർ ശപിക്കട്ടെ, നീയോ അനുഗ്രഹിക്കണമേ. അവർ എതിർക്കുമ്പോൾ ലജ്ജിച്ചു പോകട്ടെ. അതിന്റെ വാക്യം ഇങ്ങനെ പറയാം, അടിയനോ സന്തോഷിക്കും. എല്ലാവരും പറഞ്ഞാട്ടെ, ഏറെ അടിയനോ സന്തോഷിക്കും. ഉപവാസം കൊണ്ട് മുഴങ്കാൽ വിറച്ചു പോയി, ദേഹം പുഷ്ടി വിട്ട് ക്ഷീണിച്ചു പോയ അതായത് പറയുക, അതെ, നിന്റെ വലങ്കൈ നിന്റെ കൈ ചെയ്തു കഴിയുമ്പോൾ, ഓ അവർ 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 ശപിച്ചാൽ നീ അനുഗ്രഹിക്കുന്നവനാ. അതേ, ദേശത്തിന്റെ ശക്തികൾ നമ്മളെ ശപിക്കുന്നുണ്ട്. നീ ഗുണം പിടിക്കത്തില്ലെന്ന് പറയത്തുണ്ട്. നീ വിട്ടുപോയതുകൊണ്ട്, അവർ മാർക്കം വിട്ടുപോയതുകൊണ്ട്, അവിടെ നിന്ന് പാരമ്പര്യത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ട് ഗുണം പിടിക്കില്ലെന്ന് വാദിക്കുന്ന ശപിക്കുന്ന പോരുകളുണ്ട്. പാരമ്പര്യത്തിൽ ശാപം ഉണ്ട്. ശക്തികൾ ഒന്നിച്ച് എഴുന്നേറ്റ് ശപിക്കുന്നുണ്ട്. പക്ഷേ പറയുക, നമ്മെ അനുഗ്രഹിക്കുന്നതിന്റെ കരം നമുക്ക് വേണ്ടിയുണ്ട്. അവർ ശപിക്കട്ടെ, നീയോ അനുഗ്രഹിക്കണമേ. അവർ എതിർക്കുമ്പോൾ ലജ്ജിച്ചു പോകട്ടെ. അതേ, പ്രത്യേകിച്ച് നമ്മുടെ ദൃശ്യമണ്ഡലത്തിൽ ഒന്നും കാണാൻ കഴിയത്തില്ല. എന്നാൽ ഞാൻ നിങ്ങൾ വിട്ടുപോകുന്ന പാപമണ്ഡലത്തിൽ നിന്ന്, പാരമ്പര്യ മണ്ഡലങ്ങൾ വിട്ടുപോയത് മുഖാന്തരമായി ശപിച്ചുകൊണ്ടിരിക്കുന്ന പാരമ്പര്യ ശക്തികളുണ്ട്.
എന്നാൽ ദൈവജനം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു കഴിയുമ്പോൾ വിടുതൽ സംഭവിക്കും. ദൈവത്തിൻ്റെ കൈ നമുക്ക് അനുകൂലമായി തരും. ദൈവത്തിൻ്റെ കൈ പ്രവർത്തിച്ചു കഴിയുമ്പോൾ ദൈവമക്കൾ പറയും, ഞങ്ങൾ അടിയനോ സന്തോഷിക്കും. അതെ, എന്നെ എതിർക്കുന്നവർ ലജ്ജിച്ചു പോകും. അന്ധകാരത്തിന്റെ മണ്ഡലങ്ങൾ ദുഷ്ടൻ പല്ലുകടിച്ചുരുകി പോകുമ്പോൾ ഇന്ന് 31-ാം തീയതി നമുക്ക് ദൈവസേനയിൽ സന്തോഷിക്കാം. തുടർന്നതാ പറഞ്ഞിരിക്കുന്നത്, ഞാനോ സന്തോഷിക്കും. എൻ്റെ എതിരാളികൾ നിന്ന് ധരിക്കും, പുതയ്ക്കും പോലെ അവർ ലജ്ജ പുതയ്ക്കും. ഞാൻ എൻ്റെ വായ് കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും. നീ നിരാശയോടിരുന്ന്, ഭാരത്തോടിരുന്ന്, തകർച്ചയോടിരുന്ന് കരഞ്ഞത്, പ്രാർത്ഥിച്ചത് വായ തുറന്ന് അത്യന്തം ദൈവത്തെ സ്തുതിക്കാൻ വേണ്ടിയാ, നാം സന്തോഷിക്കാൻ വേണ്ടിയാ. അതെ, ഞാൻ പുരുഷാരത്തിന്റെ നടുവിൽ അവനെ പുകഴ്ത്തും. അവൻ എളിയവരെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നു. ദൈവം നമ്മുടെ വലത്ത് ഭാഗത്ത് തണൽ. അവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നുമില്ല. നമുക്ക് വേണ്ടി കാവലായി, കരുതലായി ദൈവം നമ്മുടെ വലത്ത് ഭാഗത്തുള്ളതുകൊണ്ട്, അവന്റെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നതുകൊണ്ട് എതിരാളികൾ ഈ ദിവസങ്ങളിൽ അവരെ നശിപ്പിച്ചു കളയുവാൻ, അവർ ലജ്ജിച്ചു പോകത്തക്കവണ്ണം അവരെ ഈ ദിവസം നിന്ദിച്ച് പരിഹസിച്ച എന്താ തീരുമെന്നുള്ള വാദഗതികൾ ഉയർത്തിയത് മുഴുവനും ലജ്ജിച്ചു പോകത്തക്കവണ്ണം ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. അതെ, അവർ എതിർക്കുമ്പോൾ ലജ്ജിച്ചു പോകട്ടെ. ദിവസങ്ങളിൽ ശത്രുവിന്റെ ശക്തികൾ എതിർക്കുമ്പോൾ അത് മുഴുവനും ലജ്ജിച്ചു പോകട്ടെ. അവൻ പല്ലുകടി ചുരുങ്ങി പോകട്ടെ. ഞങ്ങളോ അടിയനോ സന്തോഷിക്കും. 31-ാം തീയതി എല്ലാവരും അൺമ്യൂട്ട് ചെയ്തിട്ട് ഒരുമിച്ച് പറഞ്ഞാട്ടെ, അതെ, ഞങ്ങൾ സന്തോഷിക്കാനുള്ളവരാ. ദൈവത്തിന്റെ കരം ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാ. ദൈവത്തിന്റെ വാഗ്ദത്തം ഞങ്ങൾക്ക് വേണ്ടിയുള്ളതാ. ഞങ്ങളോ സന്തോഷിക്കും. എൻ്റെ എതിരാളികൾ നിന്ന് ധരിക്കും, പുതയ്ക്കുമ്പോൾ അവർ ലജ്ജ പുതയ്ക്കും. ഞാൻ എൻ്റെ വായ് കൊണ്ട് യഹോവയെ അത്യന്തം സ്തുതിക്കും. ഞാൻ പുരുഷാർ നടുവിൽ അവനെ പുകഴ്ത്തും. അവൻ എളിയവനെ ശിക്ഷയ്ക്ക് വിധിക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിപ്പാൻ അവന്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നു. ദൈവം നമ്മുടെ വലത്ത് ഭാഗത്ത് നമുക്ക് തുണയായതുകൊണ്ട്, ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് നമുക്കിട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട്, ദൈവത്തിന്റെ കൈ ഉയർന്നിരിക്കുന്നത് കൊണ്ട്, യഹോവയുടെ കൈ വീരം പ്രവർത്തിക്കുന്നത് കൊണ്ട്, ദിവസങ്ങളിൽ നമ്മെ തളർത്തുവാൻ ശ്രമിക്കുന്ന സകല പൈശാചിക മണ്ഡലങ്ങളും അത് പരാജയപ്പെട്ടു പോകും. ഞാൻ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കും. ഉപവാസം കൊണ്ട് മുഴങ്കാൽ വിറയ്ക്കുന്ന ശരീരത്തിന്റെ പുഷ്ടി വിട്ടുപോയ ജീവിതമേ ദൈവാത്മാവ് ദിവസങ്ങളിൽ പ്രവർത്തിച്ച് ദൈവത്തെ അത്യന്തമായി സന്തോഷത്തോടെ മഹാപുരുഷാർത്ഥത്തിന് മുമ്പാകെ സാക്ഷ്യം പറയത്തക്കവണ്ണം ദൈവം വിസ്മയം തലമുറകൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാവരും അല്പസമയം ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മുടെ കർത്താവ് വേഗത്തിൽ വരും. അവൻ നമ്മളെ ചേർക്കുവാൻ വേണ്ടി വരും. അവൻ കരമുയർത്തി നമ്മളെ അനുഗ്രഹിച്ച് കടന്നുപോയ അതേ കരം നമ്മളെ മാർവോട് ചേർക്കുവാൻ വേണ്ടി വേഗത്തിൽ വരുന്നുണ്ട്. നമുക്ക് വേണ്ടി കൈകാലുകൾ തുളയ്ക്കപ്പെട്ടവൻ, അവൻ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി, അവനോട് മാർവോട് ചേർക്കാൻ വേണ്ടി യേശു വരുവാൻ സമാഗതമായതുകൊണ്ട്, കാഹളം ധനിക്കുവാൻ സമയമായതുകൊണ്ട്, വാഗ്ദത്തത്തിനായി നമുക്ക് ദിവസങ്ങളിൽ മുമ്പോട്ട് നോക്കിക്കൊണ്ട് ഉയരത്തിലേക്ക് നോക്കി പറയാം, നാഥാ, നിന്റെ കരം നീ ഉയർത്തി ഞങ്ങളെ അനുഗ്രഹിച്ചു പോയതാ. ആ കരം ഞങ്ങളെ ചേർക്കുവാൻ വേണ്ടി വരുവാൻ സമയമായി. ആ വാക്യത്തിന് വേണ്ടി കാത്തിരിക്കുക. നിന്റെ കരം ഉയർന്നിരിക്കുന്നു, നിന്റെ കരം വീര്യം പ്രവർത്തിക്കുന്നു. എല്ലാ പൈശാചിക മണ്ഡലങ്ങളെയും അവന്റെ സകല തന്ത്രങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് ദൈവ ദിവസങ്ങളിൽ നമ്മളെ മുൻപോട്ട് നയിക്കുവാൻ, അവൻ വരുമ്പോൾ എടുക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ശക്തനായതുകൊണ്ട് അവന്റെ മുമ്പത്തേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. അവങ്കിലേക്ക് നമുക്ക് പ്രത്യാശ അർപ്പിക്കാം. അവൻ നമുക്ക് വലത്ത് ഭാഗത്തണലായതുകൊണ്ട്, തുണയായതുകൊണ്ട്, അവൻ നമ്മളെ നയിക്കുന്നുണ്ട്. അവന്റെ കരം വീര്യം പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട് ഞാൻ ഈ മാസത്തെ ദൂതിന് വിരാമിടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.